അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലോ മനസ്സിലാകുന്നത്. കാരണം അവരധികം പേര് സൃഷ്ടി ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതന്നെ ഞാൻ പറഞ്ഞത് വളരെ ഒന്നുകൂടി ശരിയാണ്. ആയത്ത് ഓതാൻ ഞാൻ മറന്നതേലും ഓർമ്മപ്പെടുത്തിയത് നന്ദി, ശുക്രനും. എന്താണ് ഞാൻ പറഞ്ഞത് നേരത്തെ? അവർ അള്ളാഹു എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. മുസ്ലിമീങ്ങളിൽ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു അള്ളാഹുവിനെ കുറിച്ചല്ല അവർ വിശ്വസിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ദൈവമാണ് നിങ്ങളാ പറഞ്ഞത്. അവർ ശിർക്ക് വെച്ചുകൊണ്ട് ആ ശിർക്ക് വെച്ചുകൊണ്ടുള്ള ഒരു അള്ളാഹുവിനെ അല്ലാതെ ശരീക്കുള്ള അള്ളാഹുവിനെ അല്ലാതെ അവരെ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അവൻ അള്ളാഹു എന്ന് പറയുന്ന സാധനമുണ്ട്. എങ്ങനെയാണ് അതിന് ശരീക്ക് വേറുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിനാണോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? സുന്നി ഏതായാലും അങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. മുജാഹിദ് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരീരത്തിൽ അള്ളാഹുവിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല, അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നില്ല. ലം യലിദ് വലം അല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു തുല്യരായി ഒരാളും അള്ളാഹുവിനോട് കൂടെ ഇല്ല. അള്ളാഹു നിരാശ്രയനാണ്. ഇതാണ് അഹ്ലുസുന്ന മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. അതിനെതിരാണ് മറ്റുള്ള മുസ്ലിങ്ങളുടെ വിശ്വാസം. അത് സുന്നികളുടെ പേരിൽ വെച്ചിരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് ആ ആയത്ത് സുന്നികൾക്കാണ് തെളിവ്, ഉണ്ടാക്കി കൊടുക്കണ്ട. പള്ളി പ്രവേശനത്തെ സംബന്ധിച്ച് സ്ത്രീകൾ പള്ളിയിൽ പോയി നിശ്ചയിക്കുന്നത് എതിർക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രവർത്തനം കൂടിയാണ്. പക്ഷേ ബഹ്റൈനിലെ അറാൻ പള്ളിയിൽ വെച്ച് സാക്ഷാൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ അവർ സ്ത്രീകൾക്ക് ജുമാ നേതൃത്വം നൽകിയെന്ന് പത്രവാർത്തകൾ കൂടി അറിയാൻ സാധിച്ചു. അതിന്റെ സത്യാവസ്ഥ വിശദീകരിക്കാമോ? കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ചുറ്റുപാടെങ്കിൽ ബഹ്റൈനിൽ ഏൽപ്പിസ്തവർ നിസ്കരിച്ചിരുന്ന സംഭവം പശ്ചാത്തലം വിശദീകരിക്കേണ്ടതാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മൾ നേരത്തെ തുടക്കത്തിൽ 4 കൊല്ലം മുമ്പുള്ള സെഷൻ നേരെ പറഞ്ഞതുപോലെ ഒന്നിനെ കൊള്ളാതെ പള്ളിദർശന്റെ മൂലത്തിൽ ഒതുങ്ങി നിന്നിരുന്ന ആളുകളാണ് മുസ്ലിംമാര് എന്ന ധാരണ തിരുത്തി ലോകാടിസ്ഥാനത്തിൽ പറന്ന് അറബികൾക്കടക്കം കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട കാതുസ്ഥാൻ ഉയർന്നു എന്ന കാര്യം സംബന്ധിച്ചാണ്. അപ്പൊ ആ സംബന്ധത്തിന്റെ അതിൽ നിന്ന് ചില ആളുകൾക്ക് ചില വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം കാരണം ചില ആളുകൾ ചില പ്രചരണം നടത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് ബഹ്റൈനിലാണ് കാന്തവർ കുത്തുപോകുന്നതെങ്കിൽ ഈ പോക്ക് പോയ നാളെ ഹറമേനിയിലും കാന്തവർ കുത്തുപോകണം. ഇത് പറഞ്ഞാൽ വിഷമം ഉണ്ടാകും എന്നതുപോലെ ചില പ്രചരണങ്ങൾ ചില ആളുകൾ നടത്തി. സംഭവം ഉണ്ടായതെന്താ ചോദിച്ചാൽ അവിടെയുള്ള അറബികളുടെ ഒരു സംഘടന, ആ സംഘടന അറബി പണ്ഡിതന്മാരും മറ്റും കൂടി ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അറബി പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കാനാണ് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെ അവർ ക്ഷണിക്കുന്നത്. അങ്ങനെ ശരിക്കും അവിടെ ഔദ്യോഗികമായി സ്വീകരണം കിട്ടി. എ.പി. ഉസ്താദ് ക്ലാസ് കൊടുത്തു. അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അതിലൊരു അർത്ഥം വിടുക. കാരണം തഹ്കീക്ക് ഉണ്ടാക്കി കേരള പണ്ഡിതന്മാരെടുത്ത് അവരെല്ലാവർക്കും സമീപിക്കുന്ന കാര്യമാണല്ലോ. ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ചർച്ചകളൊക്കെ ഏത് വിഭാഗത്തിലൊക്കെ വെച്ച് ശരിക്കും ഷഹീർ എല്ലാവരും കൂടി ആ പള്ളിയുടെ ഹത്തീബാണ് ഉസ്താദ് നാളെ കുത്തുന്ന ഷെഹബോക്ക് പോകാം. ആയിക്കോട്ടെ, ഷെഹബോക്ക് കുത്തുവാണെന്ന് പറയുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം ഏതും കിട്ടാൻ പറ്റില്ലല്ലോ. ഞാൻ വേദനാകേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ തോന്നാനും കുത്തുപോകാനും ഏത് അർത്ഥമല്ല. അങ്ങനെ ധാരാളം കുത്തിയ ആൾക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് അവരിപ്പോ വിവാദി കുത്തുപോകുകയോ സിദ്ധിയിലൊക്കെ കുത്തുകൊണ്ടുപോകുന്ന ആൾക്കാർ ചോദിക്കേണ്ട വേണ്ടിയിട്ടാണ്. ഏതായാലും അർത്ഥമല്ല. അതിന് സഹായങ്ങൾക്ക് ആളെ എഴുതി വെച്ച് നമ്മൾ ഊതാനേ ഉള്ളൂ. ഏത് സ്ഥാപ് കുത്തുപോയിട്ടു അങ്ങനെ പള്ളിയിൽ ചെന്നു ഉസ്താദ് കൂത്തം ഓതിയിരിക്കുന്നു. കൂത്തം ഓതി എല്ലാം ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടവർക്ക് വേണ്ടാതെ പടച്ചോനെ ഏൽപ്പിപ്പെടാൻ കുത്തുപോയി. ഇനി അതിനായിട്ട് എവിടെ വന്നാൽ എനിക്ക് കുത്തുപോയി. അവസാനത്തിന് കോഴിക്കോട്ടിന്റെ കാര്യമായപ്പോഴേക്ക് എന്നെ കണക്കൊക്കെ മാസോപ്പിക്കാൻ പറ്റാൻ ചുറ്റുപാട് വന്നിട്ട് പല ആളുകൾക്ക് മാസത്തോടെ അടുത്തുണ്ടായിരിക്കും. ഈ ഗൾഫിൽ കൂടി എത്തി കാതിയായാൽ പറയേണ്ടി വരുന്ന അവസ്ഥ. ഇത് മനസ്സിലാക്കി എവിടെയാണ് വിദ്വാനുള്ളത് നോക്കിയിട്ട് നടന്നു. ആ അത് കണ്ടോ അവിടെ കണ്ട പെണ്ണുങ്ങൾ ഇത് വരുന്ന സ്ഥലം
എഴുതിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കാണുന്നത് വ്യക്തമാക്കണം. പെണ്ണുങ്ങൾക്ക് കാണുന്നത് തുറന്ന് നിസ്കരിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങൾക്ക് ഇമാമത്തിന്റെ കാണുന്നത് നിസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സംഭവിച്ചത്. സംഭവത്തിൽ ഏറ്റവും ഇഷ്ടം വിശദീകരണം തോന്നുന്നു, അവർക്ക് പുറത്തുള്ള വിശദീകരണം തോന്നുന്നു. പെണ്ണുങ്ങൾ അവിടെ പള്ളിയിലുള്ളതും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും പുറത്തുതന്നെ പറയുക. ഇത് മധുരസാഹിബിലെ അത് ഗൾഫരാഷ്ട്രത്തിലൊക്കെ പോയ എല്ലാ ആളുകൾക്കും അറിയാം. ഇവിടത്തെ പോലെ അങ്ങനെ അവർക്ക് സിസ്റ്റം കുറെ ഒഴിഞ്ഞ പ്രദേശം, അങ്ങനെ കിലോമീറ്ററുകളോളം. പിന്നെ ഒരു പ്രദേശം അവിടെ പെട്രോൾ പമ്പ്, അവിടെ ഒരു പള്ളി, അവിടെ കുറച്ച് കച്ചവടം, കുറച്ച് ആളുകൾ. ഇങ്ങനെയാണ് ഗൾഫിലൊക്കെ സിസ്റ്റം. പോയ ആളുകൾക്ക് ഒമാനിലും സൗദിയിലും ഖത്തറിലും ബഹറൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ അതനുസരിച്ച് ആളുകൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ തോറും കൂടെ വരുന്ന പെണ്ണുങ്ങളുണ്ടാകും. അവർക്ക് വേണം നിസ്കരിക്കാൻ സൗകര്യം വേണം. യാത്രക്കാരാകുമ്പോൾ അവർക്ക് ബാത്റൂം വേണം, സൗകര്യങ്ങൾ വേണം. ആ സൗകര്യത്തിന് വേണ്ടി പെണ്ണുങ്ങൾക്കുള്ള റൂമുകാരാണ് വേണ്ടിയിട്ട് അവിടെ മാത്രം മർക്കസ് കോംപ്ലക്സിലുണ്ട്. അതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിന്റെ വഴിയിലുണ്ട്. അതെല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അതിങ്ങനെ മറ്റേ പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കാണ്ടുകൾ ഞാൻ വ്യക്താക്കണം എന്നാണ് പറയുന്നത്. അല്ല, പെണ്ണവിടെ ഒന്നിട്ട് നിങ്ങളെ വെക്കുക, അല്ല വാഴക്ക് സപ്പോസ് അങ്ങനെ എന്ത് തന്നെ വെക്കുക എങ്കിൽ തന്നെ കാണ്ടുകൾ പുസ്തകം കുത്തുബോധിയുടെ കുഴപ്പമുള്ളൂ. ഒരു ഇമാമത്തൊരാൾ വെക്കുമ്പോഴേക്ക് പെണ്ണ് തുടങ്ങുമ്പോഴേക്ക് ഇതെന്താ തകരാറുന്നത്? ഏത് ഇമാമത്തിന് ആ നിസ്കാരത്തിന് പെണ്ണ് തുടങ്ങാൻ ബാധിക്കുന്നത്? പെണ്ണല്ല, സാക്ഷാ ജനാവത്തെ തുറന്നു വെക്കുക. ഒരു 100 ആൾക്കാർ തീരുമാനിച്ച് ഏറ്റവും നിൽക്കാൻ പാടില്ലാക്കണം. ഏത് വിമാനത്തിൽ ജനാവത്ത് വിളിക്കാൻ അവാദം ആൾക്കാർ നിൽക്കാനല്ലാതെ ഏറ്റവും നിൽക്കാനും ഭയപ്പെടില്ല. ഒരു പ്രശ്നമില്ല. അവർ പെണ്ണുങ്ങളെ തുറന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും നിസ്കാരത്തിന് ബാധിച്ചിട്ടില്ല. പിന്നെ പെണ്ണ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ മുജാഹിദ് വഴിയാണല്ലേ വന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത് മറ്റേക്കാരും എന്ത് മുജാഹിദിന്റെ പള്ളിക്ക് എപി ഇമാമത്ത് നിർത്തിയോ? എപി എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ കേരളത്തിലെ ഹോൾസെയിലില്ല എന്നല്ല, കേരളത്തിലെ മുഴുവൻ ഷിർക്കുണ്ടാക്കുന്നതാണ് എപി എന്ന് പറഞ്ഞിട്ടാണ് റിയാദിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിരുന്നത്. സകലത്തേക്ക് കുഴപ്പമുണ്ടാകുന്ന കുപ്പൂലിയ അപരാധ എത്ര ആൾക്കാരെടുത്ത് ചെന്നിട്ടാണ് ഏറ്റുസ്ഥാനെ തീരു കൊടുക്കുന്നത്. ഈ ഷിർക്കിന്റെ ഹോൾസെയിലായ കാന്തപുരത്തെ തുറന്ന് ഈ ബഹ്റൈനിലെ പള്ളികൾ മുജാഹിദ് നിസ്കരിച്ചിട്ടുണ്ടോ? ആദ്യം വ്യക്തമാക്കണം. കാന്തപുരമല്ല. എന്തുകൊണ്ട്? കാന്തപുരം അതിലെല്ലാം അപ്പുറത്തെ മുജാഹിദ് പള്ളികൾ കുത്തുമാറിന്റെ വിഷയങ്ങൾ ഇൻഷാള്ള ഞാൻ റെഡിയാകും. ഉറപ്പുണ്ട്, ക്ഷമിച്ചാൽ മതി. ഒരാഴ്ചത്തെ കുത്തുലേക്ക് സ്വയമായിക്കോട്ടെ. ടീച്ചറോടൊന്നും അപ്പൊ നമ്മൾ വരുന്നില്ല ഉറപ്പന്നല്ലേ. പക്ഷെ പുറത്ത് നിസ്കരിക്കാൻ കഴിയാത്ത അതാക്കിന്റെ അവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കും. അതുണ്ടാക്കുക. അപ്പൊ ഏത്യസ്ഥാനം ഒത്തുവദിക്കുന്നെങ്കിൽ അത് ഞാനെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല. സാക്ഷാൽ ബുദ്ധിമണ്ണിൽ കുറിച്ചാൽ ഞങ്ങൾ വരും, തിരക്കില്ല. മുജാഹിദിനെ തുറന്ന് സംസ്കരിച്ചു, ഒരു പെണ്ണിനെ തുറന്ന് സംസ്കരിച്ചു എങ്കിലൊക്കെ. പക്ഷെ ഈ ഗതിയിലേക്ക് മുജാഹിദിനെ നടത്താൻ പോവുക. എന്തുകൊണ്ട് നിങ്ങൾ വർക്കപ്പുറത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പള്ളിന്റെ അപ്പുറത്തേക്ക് നിർത്തി നമ്മൾ കുറെ മുമ്പേ ചോദിക്കുന്നതാണ്. എങ്കിൽ എന്തുകൊണ്ട് പെണ്ണുങ്ങൾ കുറ്റബോധിക്കുന്നില്ല? നമ്മളൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം പെണ്ണുങ്ങൾ പള്ളി അപ്പുറത്ത് വരാം, പരമശന്മാരൊപ്പം വലിയ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ നീസാറിനോട് സുഖേതമേറ്റർക്ക് വായിച്ച ടീച്ചറും എവിടെത്താക്കളൊക്കെ പ്രസംഗില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രസംഗിച്ചുകൂടാ? കുഴപ്പമുണ്ടോ? ഇനി പ്രസംഗം പോട്ടെ, മുക്രിപ്പണി തിരുവള്ളുകൾ കൊടുത്തൂടെ? ഈ അച്ഛയില്ല, കുറച്ച് വയ്ക്കുക, അതുപോലെ തന്നെ അവര് വെള്ളം നിറയ്ക്കുക. ഇതൊക്കെയല്ലേ പള്ളി മുക്രിക്കുള്ള പണി. അവരെ ഏറ്റവും എക്സ്പീരിയൻസ് ഇല്ലാതെ കൊണ്ടുവന്നേ അവരുടെ എങ്ങനെ കൊടുത്തില്ല. ഇന്നിപ്പം വാങ്ങുക കൊടുക്കുമ്പോ എന്നെ പോലെ ചർച്ച കൂട്ടിയുള്ളവർ ഏൽപ്പിക്കുന്ന നല്ല സൗകര്യം ഏൽപ്പിക്കണോ? കരിക്കത്താത്തേക്ക് എവിടെ ടീച്ചർക്ക് പങ്കെടുത്തവരെ ആ പള്ളി ജനം വീടാവും അവർക്ക്. അത് അവർക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 19 കൊല്ലത്തിനിടയിൽ ജനങ്ങളുടെ പള്ളികൾ പ്രതീക്ഷിക്കാം. തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിൽ തുടക്കം കുറിച്ചു. ആര്? കേരളത്തിൽ ആദ്യമായി പള്ളിക്ക് വന്നതാരാണ്? പി കെ അമിനത്താത്ത. അതേ അമിനത്താത്താരെ കേരളം അച്ഛനിത്താത്ത. ആ താത്ത അമേരിക്കയിൽ വന്നു. നിങ്ങൾ ചന്ദ്രികയാണ് ശ്രീമതി. ആ ചന്ദ്രികയിൽ അധികാരികൾ ചേർപ്പെടുന്നത് ശനിയാഴ്ചത്. ഈ ചന്ദ്രികയിൽ പള്ളി മുൻപൊരു അധിക പ്രസംഗം അബ്ദുള്ള അതിനൊന്ന് ഒറ്റ പുറത്താക്കിയപ്പോൾ 2 കൈകൊണ്ട് സ്വീകരിച്ചാണ് ചന്ദ്രികയില്. അപ്പൊ അങ്ങനെയാണ് ഓർമ്മത്തെ എഴുതാൻ വരുമ്പോ സ്വാഭാവികത്തെ കൃത്യപ്പെടുന്ന ആയിരിക്കാതെ ഉണ്ടാക്കുക. എങ്ങനെ ഞാൻ ചന്ദ്രികയിൽ എന്താവട്ടെ അത് തുടക്കുന്നത് എങ്ങനെയാണ്?
ആമയിത്താത്തക്ക് പ്രസംഗിക്കാൻ മോഹമാണ്. സാധാരണ പ്രസംഗമല്ല. പള്ളി മുമ്പറിൽ വെള്ളിയാഴ്ച ദിവസം ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഈ ആവശ്യം ഉന്നയിച്ച് അമേരിക്കയിലെ ഒരു ഡസൻ മുസ്ലിം പള്ളി മേധാവികളെ അവർ സമീപിച്ചുവെങ്കിലും നമ്മുടെ നാട്ടിലെ മതപ്രസംഗന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കീർത്തനയിലെ മറ്റൊരു വാതിൽ കൂടി തുറക്കാൻ അവരെ അവർ സന്നദ്ധരായിരുന്നില്ല. ഏത് ഓർക്കുന്നേട്ടോ. അവസാനം മൻഹാട്ടനിലെ സെന്റ് ജോൺ ഡിവൈൻ കത്തീഡ്രൽ ഹാൾ ആമിന മസൂദ് എന്ന വെർജീന കോമൺവെൽത്ത് സർവകലാശാലയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് പ്രൊഫസറുടെ തീർത്തും വ്യത്യസ്തമായ അരങ്ങേറ്റത്തിന് വേദിയായി. ആമിന മസൂദ് അതുവഴി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പുത്തൻ കർമ്മശാസ്ത്ര രീതി വെട്ടിത്തുറക്കുകയായിരുന്നു. ഉഷാറായിരുന്നേ. ആമിന മസൂദ് ഇത്തിവാഴ്ചത് കേരളത്തിൽ പരിസരത്തുള്ള ജമാഅത്തുകാർക്കും ഉണ്ടായിരുന്നൊക്കെ ഈ ആമിന മസൂദ് കേൾക്കാം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പെണ്ണുങ്ങൾ പോലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കാന്തപുരം ചെയ്ത് അങ്ങനെയല്ല. കാന്തപുരയുടെ കുത്തുക ഓതി ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് പെണ്ണ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാന്തപുരം കുത്തുകയുണ്ട്. അടുത്ത പ്രാവശ്യം തന്നെ കുത്തുപോകാൻ പറയോ? അങ്ങനെ കാന്തപുരത്തിൽ ഇഷ്ടപ്പെട്ട കാവ്യ ഇറക്കി അവിടെ കാവ്യായാൽ നേരെ വിദ്യാലയങ്ങളോട് കുത്തിവെക്കുണ്ടെന്ന് വെത്താത്തുണ്ടെന്ന് വാർത്തീപ്പെട്ടു. അതിന് അവകാശം കിട്ടിയാൽ പിന്നെ കുറ്റിച്ചൂടെത്തിട്ട് വരുന്ന കാമ അടിച്ച വാക്കുകയോ അപ്പൊ കൂട്ടിയിട്ടുള്ളതാകട്ടെ എന്ന് വെച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് മുന്നുള്ള മലയാള പ്രഭാഷണം അത് സുന്നി ആശയമാണോ? സുന്നികൾ അംഗീകരിക്കണം. ഇസ്ലാമിൽ ഓരോ വിഭാഗത്തിനും ഓരോ രൂപം. ആ രൂപം അശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ സ്വഹാബാക്കൾ കേരളത്തിലുണ്ട് പള്ളി ഉണ്ടാക്കി ആ കുത്തുബ ശരിക്കും ഓടുകയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പഠിപ്പിച്ച ചര്യയും നബിയും സ്വഹാബത്തും കാണിച്ചതും ജിജിന്റെ ചന്ദ്രനൊക്കെ പഠിപ്പിച്ചതും വെള്ളിയാഴ്ച 2 മനസ്സിലാക്കി. അതിന്റെ മുമ്പ് 2 വാക്ക്. ആ സമയത്ത് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 ഈ നിസ്കാരം സ്വീകാരാൻ അറബി ശബ്ദമാണ്. കുത്തുബക്കും അറബി ശബ്ദമാണ്. മുമ്പ് സുന്നത്തുമാണ്. അതുകൊണ്ട് തന്നെ അറബിയെ 2 കുത്തുബ കൂടി 2 റക്അത്ത് അറബി നിസ്കരിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ചര്യ. അതാണ് പഴയ കാലം മുതലേ ഉള്ളൂ. പിന്നെ അതിന്റെ പുറമെ മുജാഹിദ് പരിഭാഷയുണ്ട്. ചില കൂട്ടിൽ തീരെ മലയാളം പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അവർ തീരെ മലയാളം പറ്റില്ല എന്ന് പറയേണ്ട. എന്നാൽ അത് സമയത്തോ പരിഭാഷ മുഴുവൻ ചെയ്തിട്ട് ചെയ്യുന്നു പറയുക അതിന്റെ എവിടെയും കുറിച്ചാല എന്ന് പറഞ്ഞ ജമാഅത്തിന്റെ മദ്യം വന്നതുപോലെ ഇമ്പത്തെ ചോദ്യം നമുക്ക് മലയാളത്തിൽ പ്രസംഗിക്കാം. ഇതാണ് തറപ്രസംഗം എന്ന് പറയുന്നത്. ഈ തർപ്പസംഗം ഇസ്ലാമിൽ ഇല്ല. അത് ബിദ്അത്താണ്, അനാചാരമാണ്. കാരണം കുത്തുബയുടെ പേരിലാണ് നടത്തുന്നത്. കുത്തുബ ശരിയാക്കാൻ അറബി ശബ്ദമാണ്. ഇവിടെ ശബ്ദമൊക്കെ കുത്തുബയാകുന്നതുകൊണ്ട് ഫാസിദായ അമലാണ്. ഫാസിദായ അമലുമായിട്ട് ബന്ധപ്പെടൽ ഉസൂൽ അനുസരിച്ചതാണ്. ഏതായിരുന്നാലും കറാകൾക്ക് എന്തായിരുന്നാലും വരും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സംശുദ്ധത ഈ കേരളത്തെ മുസ്ലിയാരോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് കൊടുത്ത പദ്ധതിയിൽ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ നിന്ന് പിന്നെ ഉദ്ബോധനത്തിന് മുമ്പ് താഴെ വെച്ച് വാങ്ങിന്റെ മുമ്പോ ശേഷമോ ഒരു പ്രസംഗം നടത്തുക എന്നത് മുൻഗാമികളായ സർവ്വസാരികളുടെ ചര്യക്ക് വിരുദ്ധം ആണ്. ബഹുമാനപ്പെട്ട സംശയങ്ങളെ വ്യക്തമായി പറയുക. ഓതല്, സ്വലാത്ത് ചെല്ലല് തുടങ്ങിയവയാണ് അന്നുള്ള ചര്യ. അതുകൊണ്ട് മേൽക്കാര്യങ്ങളിൽ പെടാത്ത ഈ കാര്യങ്ങൾ ആരെ ഉപയോഗിച്ചാലും അത് തള്ളിക്കളയേണ്ടതാണ്. ആരെ പറയുന്നത്? ബഹുമാനപ്പെട്ട സംശയമാർ ഈക്കവകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലെറ്ററിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഫത്വ. ഇനി ഫത്വ കമ്മിറ്റിയുടെ ഫത്വ അത് തന്നെ പറയുന്നു. അതിന് പുറമെ ഈക്ക ഉസ്താദ് തന്നെ പറഞ്ഞതായി സംശയമാ സ്മരണയിൽ വീഴ്ത്തിയ റഷീദ് കൊടുവഴിയിൽ ഇപ്പൊ ഫേമസ് ആയ നേതാവാണല്ലോ. ഭാരത്തേക്ക് കടക്കല്ല അങ്ങനത്തെ വേദിയല്ല. അത് സംശയം ചോദിക്കുകയും ചെയ്യരുത്. പക്ഷേ അതിന് ആ വിദ്യാലയം എഴുതിയ രേഖ അന്ന് ഒരുമിച്ചാകുകൊണ്ടും അതേപോലെ ഇഫക്റ്റല്ലാത്തതുകൊണ്ടും സംശയമാ സ്മരണയിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നത് ഈ അവരുടെ നാട്ടിൽ തന്നെ കാർത്തിക പള്ളിയിൽ തർപ്പസംഘം ചർച്ചയ്ക്ക് വന്നപ്പോ
ഞാൻ സംശയമായിട്ട് പത്രമൊക്കെ പോയി ഷാറുഖ് കസേരയിൽ നിർത്തിയിരുന്നു. കണ്ണ് നിർത്തിച്ചിരുന്നി അദ്ദേഹം പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: വെള്ളിയാഴ്ച പറഞ്ഞു കൊടുത്താൽ പിന്നെ അൽഗവും സറാത്തും ആണ് ഇസ്ലാമിലുള്ള ശരിയ. കുത്തുബയാണെങ്കിൽ അത് അറബി ശബ്ദമാണ്. അതുകൊണ്ട് അവരാരും ചെയ്യാത്ത ഒരു പ്രവർത്തനം ചെയ്താൽ അത് തെറ്റാണ്. ആ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് 2 കുത്തുബയെ ഇസ്ലാമിലുള്ളൂ. 3-ാം കുത്തുബ ഉണ്ടാക്കിയ രീതിയിലാണ് ചുരുങ്ങിയ കാരണത്താണ് ഫാസിദായ അവരുമായിട്ട് ബന്ധപ്പെടുക എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ തേരായിക്കാരും ഉണ്ട് എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന കുത്തുപോതിയാൽ മതി. 3-ാം കുത്തുബക്ക് മെനക്കെടുക്കുക എന്ന് കൂടെ സംബന്ധമായിട്ട് പറഞ്ഞു. പള്ളിയിൽ ജുമാ നിസ്കാരം ശരിയാകുമോ? സുബഹി നടക്കാത്ത പള്ളിയിൽ ജുമാ നിസ്കാരം ശരിയാകുമോ എന്നാണ് ചോദ്യം. വ്യക്തമായ സുബഹി നടക്കുക എന്നത് ജുമാ നടക്കാൻ ഒരു ജുമയുടെ ഷർത്ത് കൊണ്ട് പെട്ടതല്ല. ജുമാ നടക്കുക എന്നത് സുബഹി നടക്കുക എന്നത് ജുമാ സഹയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതല്ല. ആ പള്ളിയിൽ വെച്ച് സുബഹി നടക്കണം എന്ന ഒരു നിബന്ധന ജുമാക്കില്ല. അതേ അവസരത്തിൽ ജുമാ ഒരു പള്ളി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ട് ആ പള്ളിയിൽ അതാത് സമയത്ത് ജമാഅത്ത് നടക്കാതിരിക്കുക എന്നത് ആ മഹാകുറ്റമാണ്. ആ നാട്ടുകാരെല്ലാവരും അതിൽ കുറ്റക്കാരാവുകയും ചെയ്യും. അത് ഏൽപ്പിച്ച പള്ളിയിലെ ഇമാമം മാത്രമല്ല കുറ്റക്കാരനാവുക, ആ മഹല്ലുവാസികൾ മുഴുവനും അതിൽ കുറ്റക്കാരാകും. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ ജുമാ നിസ്കരിക്കാൻ പാടില്ല എന്ന വാശിയൊന്നുമില്ല. പക്ഷെ ഏത് വക്താണെങ്കിലും സുബഹിയോ മറ്റേത് വക്താണെങ്കിലും ആ പള്ളിയിൽ ജമാഅത്തായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും കുറ്റക്കാരാണ്. ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ನನ್ನ ಮಾತುಕತೆ ನಾನು ಮಾತು ಇಷ್ಟಪಟ್ಟೆ. ಅದನ್ನು ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡುವವರು ಯಾರಾದಿದ್ದೆ ನನ್ನ ಮಾತೃಭಾಷೆಯಲ್ಲಿ ಕೆಲವು ಸೂಚನೆ ಇಷ್ಟಪಡ್ತೇನೆ. ನಲ್ಲಿ ಬೆಂಗಳೂರಿನ ಇಲ್ಲಿ ಉಮ್ಮ ಹೋಗ್ಬೋದು ದುಬೈಗೆ ಅವ್ರ ಡಿಸ್ಕೌಂಟ್ ಆಗಿ ಆ ಡಿಸ್ಕೌಂಟ್ ಆಗೋದು ನಂತರ ಅದಕ್ಕೆ ಕಲಾಂಬ ಆಗೋದು ಆ ನಿಸ್ಕಾರ ಕಲಾ ಹಾಕೋಣ അതോടെ പള്ളി മുട്ട സൗകര്യം പള്ളിയിൽ പോയി നിസ്കരിക്കണം. അതൊക്കെ ശരി ഇല്ലായിരുന്നു. പള്ളിയിൽ കാരി നിസ്കരിക്കുകയാണോ വേണ്ടത്, ഭാര്യയെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണോ വേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറുപടി, നിസ്കാരം കഥാകുന്ന രൂപത്തിൽ പള്ളി സ്ത്രീകളെ കൊണ്ട് പോകുന്നത് തന്നെ തെറ്റാണ് എന്നതാണ് ഒന്നാമത്തെ മറുപടി. അങ്ങനെ ഒരു അവസ്ഥ തന്നെ നിങ്ങൾ ഭാര്യയെ കൊണ്ട് പോകാൻ പാടില്ല. ഭാര്യമാരെ പള്ളിയിലേക്കോ അല്ലെങ്കിൽ അന്യപുരുഷന്മാരുടെ ഇടത്തൊക്കെ കൊണ്ട് കയറ്റാൻ വല്ല നമ്മൾ ചെയ്യേണ്ടത്. അതേ അവസരത്തിൽ ആ നിർബന്ധിതമായ സാഹചര്യത്തിൽ ചില ആശുപത്രി ഘട്ടങ്ങൾ അടിയന്തര ഘട്ടങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലത്ത് പള്ളിയിൽ കയറ്റി നിസ്കരിച്ചെങ്കിൽ തന്നെ നിസ്കാരം ശരിയാകൂ എന്നൊന്നുമില്ലല്ലോ. പിന്നെയോ അവരെ നമ്മള് പഴയ കാലത്തൊക്കെ നടത്തിയിരുന്നത് അങ്ങനെയാണ്. മുസ്ലിം വീടുകളിൽ വെച്ചുകൊണ്ട് നിസ്കരിപ്പിക്കാം, അല്ലെങ്കിൽ നല്ല റൂമുകളുണ്ട് ഇന്ന്. ആ റൂമുകളിൽ ഒരു റൂമ് അല്ലെങ്കിൽ ആശുപത്രികളിൽ തന്നെ സാധാരണഗതിയിൽ നിസ്കാര ഹാള് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സംവിധാനമുണ്ട്. അന്യപുരുഷന്മാരുടെ പള്ളികളിൽ വെച്ച് നിസ്കരിപ്പിച്ചെങ്കിലേ ശരിയാകൂ എന്നൊരു നിയമം ഇല്ല. ഇനി ഒരാളെ നിസ്കരിപ്പിച്ചാൽ നിസ്കാരം ശരിയാവും, അത് വേറെ കാര്യം. അത് രണ്ടും രണ്ടാണ്. ആ നിസ്കരിച്ചു, അതിപ്പോ പള്ളിയിലല്ല, അതുകൊണ്ട് നിസ്കരിച്ചു, നിസ്കാരം ശരിയാവും. പക്ഷെ നിബന്ധനകൾ ഒത്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവും, ചെയ്യുന്ന പണി തെറ്റാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒടുങ്ങുന്ന സന്ദർഭത്തിൽ പഴയ കാലത്തുള്ള മുസ്ലിമീങ്ങൾ ചെയ്യാറുള്ളത് പോലെ പുരുഷന്മാരില്ലാത്ത അന്യപുരുഷന്മാർ ബന്ധപ്പെടാത്ത ക്ഷേത്രത്തിൽ വെച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ് നാം ചെയ്യേണ്ടത്. നിസ്കാരം ഏതാനും തള്ളാക്കാൻ പാടില്ല. ಈಗ ಒಬ್ಬರು ಒಂದು ಸಂಶಯವನ್ನು ಇಲ್ಲಿ ಕೇಳಿದ್ರು. ಆಸ್ಪತ್ರೆ ಅಥವಾ ಮತ್ತಿತರ ನಗರ ಪ್ರದೇಶಗಳಿಗೆ ನಮ್ಮ ಪತ್ನಿಯರೊಂದಿಗೆ ಅಥವಾ ಸಹೋದರಿಯರೊಂದಿಗೆ ಹೋಗುವಾಗ ಅಲ್ಲಿ ಯಾವುದಾದರೂ ನಮಗೆ ನಮಾಜ್ ಮಾಡುವಂತಹ ಯಾವುದೇ ಒಂದು ಸೌಕರ್ಯವಿಲ್ಲ. ಅಲ್ಲಿ ಮಸೀದಿಗೆ ಹೋಗಬಾರದೆಂದು ಸುನ್ನಿ ನಾಯಕರು ಹೇಳ್ತಾ ಇದ್ದಾರೆ.
ನನ್ನ ಪತ್ನಿ ಅಥವಾ ಸಹೋದರಿಗೆ ಅಲ್ಲಿ ನಮಾಜ್ ಕಲಾ ಮಾಡಬೇಕು ಅಥವಾ ಅವರನ್ನು ಮಸೀದಿಗೆ ಪ್ರವೇಶಿಸಿ ನಮಾಜ್ ಮಾಡಿಸಬೇಕು ಎಂಬ ಪ್ರಶ್ನೆಗೆ ಮಾನ್ಯ ಉಸ್ತಾದರವರು ಉತ್ತರ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಅಂತ ಒಂದು ಸಂದರ್ಭವನ್ನು ಉಂಟು ಮಾಡುವುದೇ ಹರಾಮಾಗಿದೆ. ಯಾಕೆಂದರೆ ನಮಾಜ್ ಕಲಾ ಆಗುವಂತಹ ಒಂದು ಸ್ಥಿತಿಯಲ್ಲಿ ತಮ್ಮ ಪತ್ನಿಯನ್ನು ಅಥವಾ ಸಹೋದರಿಯರನ್ನು ಆ ಟೌನ್ ಪ್ರದೇಶಗಳಿಗೆ ಕರ್ಕೊಂಡು ಹೋಗುವುದೇ ತಪ್ಪಾಗಿದೆ. ಇನ್ನು ಒಂದು ವೇಳೆ ಯಾವುದೇ ಒಂದು ರೀತಿಯಲ್ಲಿ ಅಂತಹ ಒಂದು ನಮಾಜು ಮಾಡಲಿರುವ ಸೌಕರ್ಯವಿರದಿದ್ದರೆ ಅಥವಾ ಪೂರ್ವ ಕಾಲದ ನಮ್ಮ ಹಿರಿಯರು ಪೂರ್ವಿಕರು ಮಾಡಿದಂತಹ ಯಾವುದೇ ಒಂದು ಅನ್ಯ ಪುರುಷರಿಲ್ಲದಂತಹ ಮನೆಗಳಲ್ಲೋ ಅಥವಾ ಯಾವುದೇ ಒಂದು ಜಾಗದಲ್ಲಿ ನಮಾಜು ಮಾಡಲಿಕ್ಕೆ ಯಾವುದೇ ವಿಧ ಸೌಕರ್ಯವಿರದಿದ್ದರೆ ಅಲ್ಲಿ ನಮಾಜು ಮಾಡಬಹುದು. ಆದರೂ ನಮಾಜು ಸರಿಯಾಗುತ್ತದೆ, ಆದರೂ ಆ ಮಾಡಿದ ಕೆಲಸ ತಪ್ಪಾಗಿರುತ್ತದೆ. നമ്മൾ വിശ്വസിക്കുമ്പോൾ അതേ ശ്രുതികൾ തന്നെ ദിക്ർ, സലാത്ത് പോലുള്ള മജ്‌ലിസുകളിൽ നേരെ പുലർ പോലും സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദിക്റും സലാത്ത് മജ്‌ലിസിൽ പങ്കെടുപ്പിക്കുന്നതിനെ പറ്റി എന്താണ് ശ്രുതികളുടെ അഭിപ്രായം? അന്യ പുരുഷന്മാരുമായി കൂടിക്കലരുന്ന രൂപത്തിലുള്ള ദിക്റായാലും സദസ്സായാലും എന്തായാലും പാടില്ലാത്തത് തന്നെയാണ്. അത് ശുദ്ധികൾക്കായാലും സിയാറത്തായാലും മഖബറയിലേക്കാണെങ്കിലും അത് ശുദ്ധികൾക്കാർക്കും അന്യ പുരുഷന്മാരുമായി കൂടിക്കലരുകയും അവരോട് മുമ്പിൽ അവർക്കുണ്ടാക്കാതെ ഇങ്ങനെ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള കൂടിക്കലയിൽ അത് നേരെ പുലരോടാണെങ്കിലും ശരി ഒരു തിരിച്ചാണെങ്കിലും ശരി പാടില്ലാത്ത കാര്യമാണ്. അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതേ അവസരത്തിൽ സ്ത്രീകൾക്ക് ഇൽമു പഠിക്കാൻ വേണ്ടിയുള്ള യാത്ര അല്ലെങ്കിൽ ആവശ്യ നേരത്തിൽ ഇൽമു പഠിക്കാനും അതുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ആണെങ്കിൽ അവർക്ക് സദസ്സുകളിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കുന്ന നേരത്ത് ഒരു 10 സ്വലാത്ത് ചെല്ലുന്നതിനോ 1000 ദിക്ർ ചെല്ലുന്നതിനോ ഒരു തീർപ്പുമില്ല. അല്ലെങ്കിൽ വലിയ വലിയ ഉലമാക്കളുടെ സൂഫിയാക്കളുടെ പണ്ഡിതന്മാരുടെ ദുആയിൽ പങ്കെടുക്കുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല. ഇതിനകം വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. പള്ളി പ്രവേശനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സിയാറത്തും പള്ളിയും തമ്മിൽ അന്തരമുണ്ട്. മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുക എന്നത് സ്ത്രീകൾക്ക് പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുക, ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുക, അത് സ്ത്രീകൾക്ക് പുണ്യമുള്ളതാണ്. അത് നമ്മുടെ ഈമാനികമായ വർദ്ധനവിനും വിരുദ്ധമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് സ്ത്രീകൾക്ക് പുണ്യകർമ്മമാണ്. പക്ഷെ ഇസ്ലാം അംഗീകരിച്ച അതിർവരമ്പുകൾ അവർ മറികടക്കരുത്. കാരണം മദ്വറകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരികയില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. പള്ളി നിസ്കാരം എന്നത് അങ്ങനെയല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന. സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഖൈർ. അവർ വീട്ടിലാണ് നിസ്കരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു ഹദീസ് അല്ലെ, അല്ലാഹുവിന്റെ റസൂലിനോട് എത്ര സ്ത്രീകളാണ് നബിയെ ഞങ്ങൾ നിസ്കരിക്കാൻ പറ്റേ ചോദിക്കുക. ഈ ചോദ്യത്തിന് നമുക്ക് തെളിവല്ലേ ഇത് സ്ത്രീകൾ പോരാറുണ്ടായിരുന്നില്ല എന്ന്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ചോദിക്കണം, പോകാൻ പോരെ നബി ഞങ്ങൾ വരുന്നത് പറയേണ്ടതില്ലല്ലോ. അപ്പൊ ചോദിക്കേണ്ടി വരുന്നതിൽ തന്നെ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നു, നിങ്ങൾ വീട്ടിൽ പോയി നിസ്കരിക്കൂ, വീട്ടിൽ വെച്ച് നിസ്കരിക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം അങ്ങനെയാണ്. ലക്ഷക്കണക്കായ ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ അല്ലെങ്കിൽ ഒരു ആയത്തിൽ സ്ത്രീകളോട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയോ സ്ത്രീകളോട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ഒരൊറ്റ ആയത്തോ ഒരൊറ്റ ഹദീസോ കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആളുള്ള അവിടെ അയക്കറി പോയി, മറ്റാബി ഇങ്ങനെ പോയി, അവരിങ്ങനെ പോയി. അതിന്റെ സാഹചര്യം നമ്മൾ പഠിക്കണം. ഇതല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു സ്ത്രീയോട് നിങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കഴിയൂ വരണമേ എന്ന് നിർദ്ദേശിച്ചതോ കൽപ്പിച്ചതോ ആയ ഒരൊറ്റ ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വമായ ഇഖ്തിലാഫ് ഹദീസിന്റെ ഗ്രന്ഥമാണ്. ഇത് 150 മഹാനായ ജനിച്ച മഹാപണ്ഡിതനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. 1300ഓളം വർഷം ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത് അറിയാമോ? നോക്കൂ നിങ്ങൾ. ഇതൊക്കെ കേരള മുജാഹിദീനും സാമർത്ഥ്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വിരചിതമായ ഗ്രന്ഥമാണ്. ഇതിന്റെ 145-ാമത്തെ പേജിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉ മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി വമൗലിയാതിഹി
അള്ളാഹുവിന്റെ റസൂലിനോട് കൂടെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടായിരുന്നു, അവിടുത്തെ പെൺകുട്ടികളുണ്ടായിരുന്നു, അവിടുത്തെ കുടുംബക്കാരായ സ്ത്രീകളുണ്ടായിരുന്നു, സേവകരായ സ്ത്രീകളുണ്ടായിരുന്നു. സഹോദര താല്പര്യത്തിന് ശേഷമാണ് ആദ്യമായി MCC അഹമ്മദ് മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ ഈ പുസ്തകം എഴുതുന്നത്. ഇതിന്റെ പേരെന്താണെന്നറിയോ നിങ്ങൾ? മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്നാണ്. പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ അവകാശമുണ്ടോ എന്ന് സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ്. വിശദമായി പറയേണ്ടതാണ്, വിശദീകരിക്കാൻ സമയമില്ല, ചുരുക്കുകയാണ്. ഈ പുസ്തകത്തിൽ വളരെ രസകരമായ കാര്യങ്ങളാണ് പറയുന്നത്. പെണ്ണുങ്ങൾ ജുമാക്ക് വരെ നിർബന്ധമാണെന്ന് അയാൾ സ്ഥാപിക്കുന്നത്. ജുമാക്ക് വരെ നിർബന്ധമാണ്, അത് മാത്രമല്ല അതിന് ഇയാൾ വേറെ പറയുന്നത്. അങ്ങനെ സ്ത്രീകൾ വരുമ്പോൾ അവർ ഔറത്ത് മറക്കണം. അതെങ്ങനെയാണ്? അത് ഈ പുസ്തകത്തിൽ ഇയാൾ പറയുന്നു. ഇത് മുജാഹിദ് ആശയമാണ്. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. എന്താ ഇയാൾ പറയുന്നത്? അതേക്കുറിച്ച് പറയുന്നു, ആണും പെണ്ണും എത്ര കണ്ട് മറച്ചിരിക്കണം എന്നൊന്ന് പരിശോധിക്കണം. ആൺകുട്ടികൾക്ക് എത്രയാണ് പള്ളിക്ക് വരിക ഏതാനും പെണ്ണുങ്ങൾ എത്രയാണ് മറക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടു കൂട്ടരും മുന്നും പിന്നും തുറന്ന് നഗ്നമായി പുറത്തു നടക്കാൻ പാടില്ല എന്നത് തീർച്ചയാണ്. ആണും കൊണ്ടും ഒന്നാൾ കഴിച്ചിരുന്നാൽ നഗ്നരായി നടക്കാൻ പാടില്ല, അത് ഉറപ്പന്നെ, സംശയമില്ല. എന്നിട്ട് പറയുന്നു, പെണ്ണുങ്ങൾ മോറും കയ്യും മറക്കണം പറഞ്ഞ് വിശദീകരിക്കും. നിസ്കരിക്കുമ്പോൾ ഇത്ര മറക്കണം, അല്ലാത്തപ്പോൾ ഇത്ര മറക്കണം എന്നൊന്നും യാതൊരു വ്യവസ്ഥയും ശരീരത്തിൽ വന്നിട്ടില്ല. അപ്പൊ നിസ്കാരത്തിൽ ഇത്ര മറക്കുക, അല്ലാത്തപ്പോൾ ഇത്ര മറക്കുക എന്നൊന്നുമില്ല. അത് സ്ത്രീകൾക്ക് നഗ്നരായി നടക്കാൻ പാടില്ല ഉറപ്പാണ്. പിന്നെ എങ്ങനെയാവാം എന്നിട്ട് വിശദീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സംഗതി മൂന്നാണ്. ചുരുക്കി പറയണോ? ചുരുക്കി പറഞ്ഞാൽ സംഗതി മൂന്നാണ്. MCC അഹമ്മദ് മൗലവി അവരുടെ എതിരായി പ്രസ്ഥാനം ചരിത്രമാകുമ്പോൾ പുസ്തകം പുസ്തകം മറക്കാൻ പാടില്ല. നേരത്തെ പുസ്തകം മറക്കാൻ പാടില്ല. ഇതിൽ അയാളെ മഹത്വം പറയുമ്പോഴാണ് ഇയാളെ ഈ വിഷയത്തിൽ മനസ്സിലാവുള്ളൂ. ഈ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ടാ ചുരുക്കി പറഞ്ഞാൽ സംഗതിക്കുന്നതാണ്. ഒന്ന് ഔറത്ത്, ഇത് മുന്നും പിന്നും മാത്രമാണ്. ഏത് ഔറത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മുന്നും പിന്നും മാത്രമാണ്. എവിടെ വെച്ചും ആണും പെണ്ണും ഈ ഭാഗം മറക്കാം. എവിടെ വെച്ചും അത് വെക്കാത്ത ആളല്ലാന്നില്ല, മുന്നും പിന്നും മാത്രമാക്കുക. ഇതാണ് ഉള്ളത്. ഇതിൽ യാതൊരു സംശയമില്ല. മുന്നും പിന്നും മറക്കാതെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി അല്ല നമ്മൾ എങ്ങനെ പറഞ്ഞത് പറയാൻ കുട്ടി ചെയ്യാൻ വേണ്ടി മുന്നും പിന്നും സഹോദരങ്ങളെ കഴിഞ്ഞില്ല. എന്നിട്ട് പറയുന്നു, എന്നാൽ തനിച്ചോ ഭർത്താവ് ഭാര്യ യജമാൻ വെപ്പാട്ടി ഇവരിൽ ആരെങ്കിലും മാത്രം ഉള്ളിടത്തോ ഓണവും ഉണ്ടാവുന്നതാണ്. ഇത് മുജാഹിദിന്റെ സാഹിത്യമാണ്. ഇന്നോട് ആരും ദേഷ്യം വെക്കല്ല. മുജാഹിദിന്റെ എല്ലാ ഉടുപ്പിലേക്ക് വായിച്ചാൽ ഇത് അത്ര ഉൾക്കൊണ്ടുണ്ടാവില്ല. എന്നിട്ട് അവരല്ല ഇതൊരു പറയാം വായിച്ചിട്ട്. എന്നിട്ട് ആൾ പറയുന്നതാണ് രണ്ട്. ഒന്ന് ഔറത്ത് സംഗതി ചുറ്റി പറഞ്ഞാൽ മൂന്നാമത്. ഒന്ന് ഔറത്ത് മുന്നും പിന്നും മാത്രമാണ്. രണ്ട്, ഔറത്ത് ഒഴികെയുള്ള എല്ലാ ഭാഗവും തുറന്നിട്ടുകൊണ്ട് ബന്ധുക്കളുടെ മുമ്പാകെ സഞ്ചരിക്കാം. എങ്ങനെ ഔറത്ത് എന്നല്ല, മറ്റേ മുന്നും പിന്നും മാത്രം. ഔറത്ത് ഒഴികെയുള്ള എല്ലാ ഭാഗവും തുറന്നിട്ടുകൊണ്ട് ബന്ധുക്കളുടെ മുമ്പാകെ സഞ്ചരിക്കാം. അപ്പൊ അത് പറയണം. അതല്ലാത്ത എല്ലാ ഭാഗവും തുറന്നിട്ട് നടക്കാൻ ഒരു കുഴപ്പമില്ല. അരയിൽ ഒരു കൈക്കൂട്ട് മാത്രം ധരിച്ചാൽ മതി എന്ന് സാരം. ഒരു കൈക്കൂട്ട് ധരിച്ചാൽ വിശേഷ അരിയിട്ടുണ്ട്. എന്നിട്ടോ എന്നാൽ ഉമ്മ, പാപ്പ, ആങ്ങള, പെങ്ങന്മാർ, എളാമ്മ, കാരണവന്മാർ, അമ്മായി, എളാപ്പ മുതലായവരാണ് ബന്ധുക്കൾ. നിസ്കാരത്തിൽ ഔറത്ത് മാത്രം മറച്ചാൽ മതി. ഔറത്തിനെ അത് പറഞ്ഞ പാടില്ല. ആ നിസ്കാരത്തിൽ ഔറത്ത് മാത്രം മറച്ചാൽ മതി. സൂക്ഷ്മത്തിൽ മുട്ടുപോക്കിയുടെ പറക്കുകയാണ് ആണിനും പെണ്ണിനും നല്ലത്. പൊക്കിട്ട് മുട്ടിച്ചത് മറക്കാൻ വിശേഷമായി. പക്ഷെ ഇങ്ങനെ ആണും പെണ്ണും പള്ളിക്ക് വന്നാൽ പിന്നെ അവിടെ നടക്കാൻ നിൽക്കാനാവോ വേറെ വല്ലതും ആവോ ഇതിനവർ പള്ളിക്ക് സഹോദരങ്ങള് പള്ളിക്ക് കൊണ്ടുവന്ന് മാത്രമല്ല, ഇപ്പൊ എവിടെ എത്തി കഴിയുമെങ്കിൽ ഇതിന്റെ പുറമെ മുജാഹിദിന്റെ വനിതാ മാസിക മുഖപത്രമാണ് അവരുടെ 2005 മാർച്ചിലൊക്കെ കഴിഞ്ഞ മാർച്ചിൽ മാസത്തിലിറങ്ങിയതാണ്. ചോദ്യം വിശദമായിട്ട് പറയാൻ നേരമില്ല. എന്താണ് ചോദ്യം?
ഇതൊരു ചോദ്യം, സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അത് ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടൊരു കാര്യം തന്നെ ചോദ്യം, സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര അങ്ങനല്ല, സ്ത്രീകൾക്ക് അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അന്യപുരുഷന്റെ കൂടെ അപ്പൊ അവർക്ക് വേണ്ട ചോദ്യം തന്നെ വെല്ലുവിളിയാക്കി ആവശ്യപ്പെട്ട ചോദ്യമാണ്. അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? മറുപടി എന്താണെന്നറിയോ? ഞാൻ പറയാണ്, ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അങ്ങനെ അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയുവാൻ വ്യക്തമായ തെളിവുകളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്ലാം പറഞ്ഞ മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ഞാനവിടെ ചെയ്യാനില്ല. അത് യാത്ര അനുവദനീയമാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? 21 രാത്രിയും ഒരു പകലിനേക്കാൾ ദീർഘമാകാൻ പാടില്ല. പകരമാണ് വായിച്ചോളി, സംശയങ്ങളോടെ വായിച്ചോളി നോക്കുതികൾ എന്താണ് ഈ പറയുന്നത്? 24 മണിക്കൂറിൽ അപ്പുറം പോകാൻ പാടില്ല. 5 അടുത്ത് പോലെ പരിപാടി തീർത്ത് പഠിച്ചിട്ടുള്ള 24 മണിക്കൂർ ആവശ്യമുള്ളത്. ഇതൊക്കെ ഉൾപ്പെടെ സമയങ്ങളിൽ പറഞ്ഞത് ഇതാണ് മഹാവിഷ്ണു പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ അപ്പം നാളെ അതിന് ആയിരത്തോട്ട് അതിനോട് വിളകിയ ആൾക്കാർ അത് ശരിയാത്തോടെ മുണ്ടൊക്കെ മുന്തിയ പോകട്ടെ എഴുതുന്നു. മുണ്ടൊക്കെ വിളകിയ ആൾക്കാർ ഇതിലും ആഴ്ചയും അതായത് ഈ പറഞ്ഞ വിഷയത്തില്ല. മുന്നും പിന്നാണ് അദ്ദേഹത്തെ കോർട്ടിന്റെ അവധിയൊക്കെ പറഞ്ഞ വിഷയത്തില്ല. അപ്പോഴും ആയിരത്തി ഇളക്കിയ ആൾക്കാർ ആയിരത്തി അതിനൊരു പരിപാടി. എന്ത് ഇസ്ലാമാണ്? എന്ത് ശരിയെത്താണ്? ഇസ്ലാമിന് എവിടെയാണ് ഈ കൊണ്ടുപോകുന്നത്? സഹോദരങ്ങൾക്ക് ഇസ്ലാമിന് എല്ലാ ആരാധനകളും ജുമയാവട്ടെ, ജമാഅത്താവട്ടെ, വിവാദത്താവട്ടെ, ഏതാവട്ടെ വിശദീകരിക്കാൻ എന്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്താവുന്ന നിസ്കാരം. നമുക്കറിയില്ല സഹോദരങ്ങളെ, ആ നിസ്കാരത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നിസ്കാരം വളരെ പുണ്യകരമാണ്. അത് വളരെ പവിത്രമായ ആരാധന. അതിനെക്കുറിച്ച് സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ധാരണയായി ശബ്ദമാകുമൊക്കെ. എന്നാൽ മുജാഹിദുകളെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ? നോക്കൂ, നിങ്ങൾ മുജാഹിദുകളുടെ ഏറ്റവും വലിയ നേതാവ് കോലക്കുട്ടി ഫാറൂഖി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് നിസ്കാരം. ആ നിസ്കാരം എന്ന പുസ്തകത്തിൽ അയാൾ ഈ നിസ്കാരത്തെ വികൃതമാക്കാൻ ശ്രമിക്കുന്നത് പൂർത്തികളായ ആളുകൾ നമുക്ക് പഠിപ്പിക്കുന്നത് ആ നിസ്കാരം പരമാവധി മുസ്ലിം ലീഗിന്റെ നിസ്കാരം പിഴപ്പിച്ച് അവരെ എങ്ങനെയൊക്കെയാണ് ഈ നല്ല പുണ്യകരമായ വിവാദത്തുകൾ നഷ്ടപ്പെടുത്താൻ കഴിയുക എന്നാണ് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അത് പറയുന്ന അയാൾ എന്താ പറയുന്നത്? നിസ്കാരം എന്ന് പറയുന്ന ഈ പുണ്യകർമ്മത്തെ അതിന് നമുക്കറിയാം കുറെ ശബ്ദം തോന്നുന്നു. ശബ്ദങ്ങൾ വലിയപ്പോൾ വായിക്കുമ്പോൾ നിസ്കാരമാണ്. അതിന് ഒന്നാമത്തെ ശബ്ദം എന്താ? ഒന്നാമത് നമുക്ക് എല്ലാവർക്കും ഉള്ളൂ കൂടി എന്നീ 2 വക ശുദ്ധി വെക്കുകയാണ്. എല്ലാവർക്കും ആർക്കും സംശയമില്ല. ഒന്നാമത്തെ ഈ ഉള്ളൂ കൂടി ശുദ്ധി വെക്കുക ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി. ചെറിയ ശുദ്ധിക്ക് ശുദ്ധിയാവുന്നത് എങ്ങനെ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. എന്താ? അത് ഉറുവെടുക്കലാണ്. ഉറുവെടുത്തു കഴിഞ്ഞാൽ ഉറു കുഴികൾ എങ്ങനെ? അത് നമ്മൾ പല കാലത്തെ മതത്തെയും പഠിച്ചു പോകാറുണ്ട്. ഒരു ആദ്യം ശരീരേനി രണ്ടാമത് ദ്വാരത്തിലൂടെ പുറപ്പെടുക. വരും ലീഹം അത് കാറ്റാണെന്ന് ചെയ്യുന്ന പഴയ കാലത്ത് നമ്മൾ പഠിച്ചിരുന്ന കുട്ടികൾ കീഴ്വായി വായാത്തിന്റെ ഉറു കുടിക്കുന്നത് എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്. എന്നാൽ മുജാഹിദ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് കോലക്കുട്ടി ഫാറൂഖ് നിസ്കാരം എന്ന സമ്പൂർണ്ണ നിസ്കാരക്രമം ഈ പുസ്തകത്തിൽ ഇയാൾ പഠിപ്പിക്കുന്നു. നമസ്കാരം അതിലാണ് പറയുന്നത്. നോക്കുകൾ ഞാൻ വായിക്കണം. ഉറു മുറിയുന്ന കാര്യങ്ങൾ, ഉറു മുറിയുന്ന കാര്യങ്ങൾ താഴെ പറയുന്ന കാരണങ്ങളാൽ ഉറു ദുർബലപ്പെടുന്നതാണ്. ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. എന്നിട്ട് ബ്രാക്കറ്റിൽ മലയാളം ആർക്കും നോക്കാം, തിരിച്ചു തന്നാൽ പറ്റി. ബ്രാക്കറ്റിൽ പറയുന്നു, കീഴ്വായു ആയാൽ വാസനയോ ശബ്ദമോ ഉണ്ടെങ്കിലേ മുറിയുകയുള്ളൂ. എന്താ ഉണ്ടായിട്ട് ഒന്നും കടുപ്പം നോക്കുന്നത്? സുനാമി കാണാൻ അല്ലെങ്കിൽ തീരയിൽ പോകാൻ അല്ലാതെ നോക്കുന്നവർക്ക് കഴിക്കാൻ ഇത് പറഞ്ഞ അപ്പൊ ആയിരത്തി അതെല്ലാം പറഞ്ഞ ഇടയ്ക്ക് ആയിരത്തി ഇതുകൊണ്ട് ഉതു മുറിയുന്നവരെ ഒന്നോ ഇരുവാരോട് പോയി ഉറപ്പായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ ബൂത്ത് പത്രം എല്ലാവരും ബൂത്ത് പത്രമുണ്ടോ? അപ്പൊ മനസ്സിലായി ഇല്ല ഊതി മുറിഞ്ഞിട്ടുണ്ട്. ഇല്ലേ ഊത് മുറിയില്ലാന്നായി പറയുന്നത്. ഇതാകുമ്പോ ചെറിയ അശുദ്ധിയിലാവുന്ന ഈ നിങ്ങൾക്ക് അറിയണോ? വലിയ അശുദ്ധിയുടെ അവസ്ഥ. വലിയ അശുദ്ധി നമുക്കറിയാലോ. വലിയ അശുദ്ധിയിലാണ് അതിന് ശുദ്ധിയായി നിൽക്കാനും ശരിയാവും. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ കാര്യം നമുക്കറിയാവുന്ന മലിഞ്ഞു പുറപ്പെടൽ, കുട്ടികളാകുമ്പോൾ മലിഞ്ഞു പുറപ്പെടൽ എന്ന് പറയുന്നത് എന്നിട്ടാണ് സാധനം കുട്ടികൾക്കറിയില്ല. നല്ല പറഞ്ഞാൽ ചെല്ലിപ്പൊടിക്കും മലിഞ്ഞു പുറപ്പെടൽ. 2 വാര്യാവസ്ഥാനന്മാർ തമ്മിൽ ബന്ധപ്പെടൽ, അയൽ രക്തം കൂടിയ വിവാദ രക്തം ഇതൊക്കെ നമുക്കറിയാം. നാം മുജാഹിദിന്റെ കടുപ്പാണ്. മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഈ അബ്ദുൽ സലാം സുന്ദരി എന്ന് പറയുന്ന മനുഷ്യൻ.
അദ്ദേഹത്തിന്റെ നാട്ടിൽ എറണാകുള ശാഖയിലെ മുജാഹിദ് പുറത്തിറക്കിയതാണ് ജിഹാദ് 88 പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പങ്കിട്ടുണ്ടോ? പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ, വികാരം എന്ന് പറഞ്ഞാൽ ശൈവത്തെ എല്ലാവർക്കും അറിയാം, ശൈവത്തെ എന്ന വികാരം. ആ പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാത്ത വിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ഒരു 10 ലിറ്ററൊക്കെ വന്നെങ്കിൽ കുളിച്ചാൽ മതി. മുജാഹിദിന്റെ എത്ര സൊസൈറ്റി കൊടുക്കാൻ മാത്രം എന്താ എന്തായി പറഞ്ഞില്ല. നിങ്ങൾക്ക് എത്ര ആയി പോയിട്ടുള്ള കാര്യം, എത്ര ആക്കി പോയിട്ടുണ്ടോ? അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കത്തില്ല. 10 ലിറ്റർ ഉണ്ടെങ്കിൽ 10 റാപ്പലുണ്ടെങ്കിൽ കുളിച്ചാൽ ഞാൻ പറയുന്നു. ഇത് പറഞ്ഞെന്താ, കഴുകിയ ശേഷം മുഖമെടുത്താൽ മതി, കുറച്ച് പോയാൽ മതി. ഇതാ കുഞ്ഞുങ്ങൾ പറഞ്ഞ് വഹാബി മോദിമാർ തുറന്നു തിരിച്ചാൽ പാടില്ല, ഒറ്റൊക്കെ എടുക്കാറും ചെയ്യില്ല. കാരണം അല്പം ബീജം പുറത്തു വന്നിട്ടുണ്ടാവുള്ളൂ. കുറെ അറുതു നോക്കിയത് എത്ര ആരും അവർക്ക് കേൾക്കും. എന്താണ് നമ്മൾ പറയുന്നത്? നിങ്ങളുടെ സംസ്കാരം ശരിയല്ല, സംസ്കാരത്തിൽ ശരിയാവും, ജമാഅത്തിൽ ശരിയാവുമില്ല, ജമാഅത്തിൽ കൂലി കിട്ടൂലാന്ന് മാത്രമല്ല സംസ്കാരത്തിന് ശരിയാവും. ഇങ്ങനെ ഓരോരുത്തർക്ക് പറയുമ്പോൾ സമയം ധരിക്കുന്ന വിഷയമല്ലാതെ ഞാൻ പറയുന്നത് അത് ഇസ്ലാമിലുള്ള ആചാരങ്ങളിൽ ലളിതമായ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും അതിവിടെ പ്രചരിപ്പിക്കുകയും എഴുതുകയും ചെയ്യുകയാണ്. കുളിപ്പില്ലാതെയില്ല. ഇത് നമ്മൾ പറഞ്ഞതിന് മറുപടി എന്ന ആയത്തൊന്നിരിക്കണം. ഇന്നത്തെ ആയത്തുകൾ മറ്റേ അല്ല നമ്മൾക്കായിട്ടുണ്ടോ? ഇപ്പോൾ ഈ മനുഷ്യൻ ഇതിനെ ന്യായീകരിക്കുകയാണ്. എന്താണെന്ന് ചെയ്യാം? തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ പോലെ അത് അപ്പൊ മുഖാരിത്തെ മുസ്ലിം ഇങ്ങനെ മുഖാരിന്റെ മുസ്ലിം ഇങ്ങനെ നമുക്ക് കാര്യം തോന്നുന്നുണ്ടോ? ഖുർആനിന്റെ വല്ല ആയത്തുണ്ടോ? ഞാൻ പറയുന്നത് സ്ത്രീകളുമാണ് ജമാഅത്തിൽ എന്ന് മാത്രമല്ല, പൂർവീകർ പഠിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാക്കൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇവരോ ഇതൊക്കെ തോന്നിയതുപോലെ സ്വന്തമായിട്ട് ഞാൻ മെനഞ്ഞെടുത്ത് അപ്പൊ തോന്നിയത് അങ്ങനെ പറയുന്നത് അത് വിശ്വസിക്കാതെ ഉൾക്കൊള്ളാൻ സാധുക്കൾ ഇവരെ വേണ്ടതുപോലെ ഖുർആനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും പഠിക്കാത്തത് കൊണ്ട് അത് കെട്ടുപോയ കുറെ സാധുക്കളും സാധാരണക്കാരും വിനീതമായി അവരോട് പറയാനുള്ളത് അവരുടെ സജ്ജനങ്ങൾ പഠിപ്പിച്ച മഹാന്മാക്കൾ പഠിപ്പിച്ച ആ പഠിതമായ പാതയിലേക്ക് തിരിച്ചു വരാൻ നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മൾ തയ്യാറാവണം. നമുക്ക് ആരോടും വിദ്വേഷമില്ല. ഇതൊക്കെ പറയുന്നത് ഇതിൽ ഉൾക്കൊള്ളുന്ന സഹോദരങ്ങളോട് ദേഷ്യം കൊണ്ടല്ല, ഇസ്ലാമിനെ വികൃതമാക്കുന്ന വലിയമത്തമായ ഈ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നാമൊക്കെ തയ്യാറാവണം എന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത്. സമയം വളരെ ഭയങ്കര. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം അബദ്ധങ്ങളുടെ നീണ്ട പട്ടികയാണ് ഭാവി മൗദൂദി പ്രസ്ഥാനം എന്ന കാര്യം നമ്മൾ അത് വിസ്മരിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതാനും സമയം വളരെ വൈകിട്ട് 11 മണിയായി. ഏതാനും ചോദ്യങ്ങൾക്ക് കൂടി അവസരം നൽകുന്നു. ആണ് പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ಎಲ್ಲಾವಿಧ ಸಂಶಯಗಳಿಗೆ ನೂತನವಾದಿಗಳು ಗೊಂದಲ ಸೃಷ್ಟಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲಾ ಸಂಶಯಗಳಿಗೂ ನಿವಾರಣೆಯಾದಂತಹ ಕೇರಳದ ಪ್ರಖ್ಯಾತ ವಿದ್ವಾಂಸರಾದಂತಹ ಸಮಸ್ತ ಕೇರಳ ನಮೇಕುಗಳು ಕಾರ್ಯದರ್ಶಿಗಳು ಆದಂತಹ ಮೌಲಾನ ಕೊರ್ಮಲ್ ಅಬ್ದುಲ್ ಖಾದರ್ ಮುಸ್ಲಿಯಾರ್ ಅವರು ರಚಿಸಿದಂತಹ ಫತಾವಾ ಮುಹಿಸುನ್ನಾ ವಸ್ತುಲ್ ಇತಿಹಾಸ ಮುಂತಾದ ನೂತನವಾದಿಗಳ ಎಲ್ಲಾ ಮುಂದುವಾದಗಳನ್ನು ಸ್ಪಷ್ಟವಾಗಿ ಉಲ್ಲೇಖಿಸಿ ಅದಕ್ಕೆ ಉತ್ತರ ನೀಡಲ್ಪಡುವಂತಹ ಈ ಫತಾವಾ ಮುಹಿಸುನ್ನದ ಒಂದು ಕಾಪಿಯನ್ನು ಎಲ್ಲರೂ ತನ್ನದಾಗಿಸಿಕೊಳ್ಳಬೇಕೆಂದು ವಿನಂತಿಸುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ಪ್ರಕಾರ ಕೊರ್ಮಲ್ ಅಬ್ದುಲ್ ಖಾದರ್ ಮುಸ್ಲಿಯಾರ್ ಅವರು ಬರೆದಂತಹ ಲೋಕಾನುಗಳಿ ಇದು ಕನ್ನಡ ಪುಸ್ತಕವಾಗಿದೆ. ಪ್ರವಾದಿಯವರೊಂದಿಗಿರುವ ಎಲ್ಲಾ ಸಂಶಯಗಳಿಗೂ ನಿವಾರಣೆ ಇದರಲ್ಲಿದೆ. ಎಲ್ಲರೂ ಈ ಕಾಪಿಯನ್ನು ತನ್ನದಾಗಿಸಬೇಕಾಗಿ ವಿನಂತಿಸುತ್ತಾ ಇದ್ದೇವೆ. ಮಾತ್ರವಲ್ಲ, ವೈದ್ಯರು ರಕ್ಷಿಸಬೇಕು ಅಂತ ಹೇಳ್ತಾರೆ. ಇವರಿಗೆ ಅದಾಳಿ ಮಾಡುವಂತಹ ಒಂದು ಶಿರ್ಕಾಗುವುದಿಲ್ಲವೇ? ಮಾತ್ರವಲ್ಲ, ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಇನ್ನೊಬ್ಬರು ಸಹಾಯವನ್ನು ಯಾಚಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹನು ಕುರಾನಲ್ಲಿ ಹೇಳ್ತಾನೆ, ನನ್ನನ್ನೇ ಮಾತ್ರವೇ, ಆ ನನ್ನನ್ನು ಆರಾಧಿಸಿ, ಮಾತ್ರವಲ್ಲ ನನ್ನನ್ನೇ ಕೇಳಿ ನನ್ನನ್ನೇ ಸಹಾಯವನ್ನು ಯಾಚಿಸಿ ಎಂದು ಅಲ್ಲಾಹನು ಕುರಾನಲ್ಲಿ ಹೇಳ್ತಾನೆ. ಇದನ್ನು ಬಿಟ್ಟು ಔಲಿಯಾಗಳ ಹತ್ತಿರ ಮತ್ತೆ ಅಂಬ್ಯಾಗಳ ಹತ್ತಿರ ಹೀಗೆ ಸಹಾಯವನ್ನು ಯಾಚಿಸುವುದು ಒಂದು ಶಿರ್ಕಾಗುವುದಿಲ್ಲವೇ ಎಂದು ನನಗೆ ನನ್ನ ಸಂಶಯ ನಿವಾರಿಸಿಕೊಂಡೆ. സ്ത്രീകളെ രക്ഷിക്കണം, വിദേശത്തെ കാക്കണം എന്ന് തുടങ്ങിയുള്ള മഹാരഥന്മാരെ വിളിച്ചുകൊണ്ടുള്ള വിശ്വാസ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിറാസ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ട് എന്ന് തന്നെ. പക്ഷെ അതിന്റെ മുന്നോടിയായി ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വിഷയം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിക്കണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യാപകമായ നിർദ്ദേശത്തിന്റെ പരിധിയിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദത്തിലോ ഉണ്ടായ ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോ ഭ്രാന്തുള്ള ആളുകൾ ഭ്രാന്ത് കഴിഞ്ഞാൽ ഭ്രാന്തിൽ നിന്ന് ഒഴിവായാൽ കുളിക്കൽ സുന്നത്തിൻ്റെതാണ്. അത് വിശ്വാസം നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുളിക്ക് ഭ്രാന്ത് ഉണ്ടായിട്ടുണ്ടോ, അതിലേക്ക് മാറിയിട്ടുണ്ടോ, കുളിച്ചിട്ടുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഭ്രാന്ത് ഉണ്ടായാൽ കുളിക്കൽ സുന്നത്താണ് എന്ന് വിശ്വാസം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് അത്രയും വേണം. ഏതായിരുന്നാലും തങ്ങൾ ഒരു വിഷയം പ്രവർത്തിക്കണം എന്നില്ല നിർദ്ദേശിച്ചാലും മതി. ആ നിർദ്ദേശത്തിന്റെ വ്യാപകമായ പരിധിയിൽ ഇസ്തിറാസിലും വരുന്നുണ്ട് എന്നർത്ഥം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ ഇസ്തിആനത്ത് നടത്തിയിരുന്നത്, അവരെ മന്ത്രിച്ചുകൊണ്ടിരുന്നത് സഹീഹുൽ ബുഖാരി ഉദ്ദേശിച്ചത് കാണാം. പഠിപ്പിച്ചു കൊടുത്തിരുന്നത്, ചൊല്ലിയിരുന്നത്, അപേക്ഷിച്ചിരുന്നത് എന്തായിരുന്നു? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് മഹത്വത്തോടുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളെ പഠിപ്പിച്ചത് സഹീഹുൽ ബുഖാരിയിൽ 3 സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അഴുതിക്കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുള്ള ഉദ്ദേശം? മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, കെ.എം. മൗലവി സാഹിബ് ഖാദിയാനി വാദനദലം എന്ന പുസ്തകത്തിന്റെ 14ാമത്തെ പേജിൽ ഇസ്ലാമിനെ സംസ്കരിക്കാൻ നിയുക്തരാകുന്ന മുജദ്ദിദുകളുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തിയ അല്ലാമ ഫഖ്റുദ്ദീൻ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞാൽ ഇസ്തിആനത്തുൻ മിനൽ അർവാഹിൽ ബശരിയ്യ ബിൽ അർവാഹിൽ ആലിയ. മനുഷ്യർ ഉന്നതരായ പരിശുദ്ധാത്മാക്കളോട് സഹായപ്പെടുന്നതിനാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പ്രയോഗവൽക്കരിക്കുന്നത്. ആ ആശയത്തിൽ ഇതും കൂടെ ഉൾക്കൊള്ളുമെന്ന് മഹാനായ ഇമാം ബാഖി തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇസ്തിആസ എന്ന് പറയുന്നത് മഹത്തായ പുണ്യകർമ്മമാണ്. ഇബ്നു തൈമിയ്യ വരുന്നത് വരെ ഒരാളും അത് നിഷേധിച്ചിട്ടില്ല എന്ന് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത് കാണാം. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തിറാസ നടത്തിയത് നേരത്തെ ബുഖാരി ഇമാമിൽ നിന്ന് ഇവിടെ ഫഖീഹ് സഖാഫി അവർ ഉണർത്തുകയുണ്ടായി. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടത്തിയത് അഖീദത്തുൽ നുഅ്മാനിയിൽ കാണാം. 3-ാം നൂറ്റാണ്ടിൽ നടത്തിയ ബഹുമാനപ്പെട്ട അൽ-ബിദായത്ത് വ നിഹായയിൽ അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. 4-ാം നൂറ്റാണ്ടിൽ നടത്തിയ ഖാദിം തൗറാനി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി അൽ-ഖഫാരി അഹ്വാൽ മുസ്തഫയിൽ പറഞ്ഞത് കാണാം. 5-ാം നൂറ്റാണ്ടിൽ നടത്തിയ ഇമാം ഗസാലി തങ്ങളുടെ മഅ്മുനുൽ കബീർ കാണാം. 6-ാം നൂറ്റാണ്ടിൽ നടത്തിയ ഇമാം റാബിയുടെ സംഭവം റാദിയിലുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഇമാം നബവിയുടെ നേരത്തെ വായിച്ചവർക്കാരിൽ നിന്ന് 8-ാം നൂറ്റാണ്ടിൽ ഇമാം തുർക്കി നടത്തിയ സഖാഫിയുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട അസ്കലാനി തങ്ങളുടെ മസീദയിലുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ നടത്തിയ ഇബ്നു ഹജർ ഹൈതമിയുടെയുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഇമാം റാസിദ് ഇമാം റളിയല്ലാഹു തങ്ങൾ നടത്തിയിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ഇബ്നു അംഗീകരിച്ചിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ബാഖി തങ്ങൾ തന്റെ ഫിഖഹിന്റെ ഗ്രന്ഥത്തിൽ സമർപ്പിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്തിറാസ നടത്തിയതായി കൊണ്ടാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അല്ലാമ നവഹാനി നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. ഇത് ഹിജ്റയുടെ 15-ാം നൂറ്റാണ്ടാണ്. അപ്പൊ ഇപ്പത് കഴിഞ്ഞു പോയ 14 നൂറ്റാണ്ടുകളിൽ നിരാക്ഷേപം തുടർന്നു വന്നിരുന്ന ഒരു ഉത്തമ പുണ്യകർമ്മമാണ് മഹാരഥന്മാരോട് സഹായം ചോദിക്കുക, ഇസ്തിറാസ നടത്തുക എന്നത് വളരെ പുണ്യകർമ്മമാണെന്ന് വളരെ സ്പഷ്ടമായി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു, പൂർവീയ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു.
ಬಿಡಿಸಿದ ನಂತರ ಅವರು ಸ್ನಾನ ಮಾಡುವುದು ಸುನ್ನತ್ತಾಗಿದೆ, ಧರ್ಮಶಾಸ್ತ್ರ. ಆ ಸುನ್ನತ್ ಅದು ಪ್ರವಾದಿಯವರು ಮಾಡಿದಾರೋ ಎಂದು ಕೇಳುವುದರಲ್ಲಿ ಅರ್ಥವಿಲ್ಲದ ಹಾಗೆ ಪ್ರವಾದಿಯವರು ಇತಿಹಾಸ ಮಾಡಿದಾರೋ ಎಂಬುದರಲ್ಲಿ ಎಂಬ ಪ್ರಶ್ನೆಗೆ ಅರ್ಥವಿಲ್ಲ. ಆದರೂ ಪ್ರವಾದಿಯವರು ಇತಿಹಾಸ ಮಾಡಿದ್ದಾರೆ ಎಂಬುದಕ್ಕೆ ಹೌದುಗೆ ಇವಾಗಿಲ್ಲ ಎಂಬ ಆ ಒಂದು ಹದೀಸಿನ ತಿರುಳನ್ನು ನಾವು ಮನಸ್ಸಿನಲ್ಲಿರುವಾಗ ಪ್ರವಾದಿಯವರು ಇತಿಹಾಸ ಮಾಡಿದ್ದಾರೆ ಎಂಬುದನ್ನು ಬುಖಾರಿ ವರದಿ ಮಾಡಿದಂತಹ ಹದೀಸಿನಲ್ಲಿದೆ. ಅದೇ ಪ್ರಕಾರ ಇಲ್ಲಿ ಹೇಳಿದಂತಹ ಎಲ್ಲಾ ಪೂರ್ವಿಕ ಸ್ವಾಮೀಜಿಗಳು, ಹುತಾತ್ಮರು, ಅದೇ ಪ್ರಕಾರ ಉಳಿಯಾಗಲೆಲ್ಲರೂ ಇತಿಹಾಸ ನಡೆಸಿದ್ದಾರೆ. ಈವರೆಗೆ ಇರುವಂತಹ 14 ಶತಮಾನಗಳಲ್ಲಿ ಪ್ರವಾದಿಯವರ ನಂತರ ಇರುವ 14 ಶತಮಾನದ ಎಲ್ಲಾ ವಿದ್ವಾಂಸರು ಅವರೆಲ್ಲರೂ ಇತಿಹಾಸ ನಡೆಸಿದ್ದಾರೆ ಎಂಬುದಕ್ಕೆ ಪ್ರಾಮಾಣಿಕವಾಗಿ ಅದಕ್ಕೆ ಪುರಾವೆ ಇದೆ ಎಂಬುದರಲ್ಲಿ ಯಾವುದೇ ಸಂಶಯವಿಲ್ಲ. ജമാഅത്തിന് പ്രമുഖമായ കാവൽപടന്മാരുള്ളത് ചോദ്യം, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ നിലപാടുണ്ട്. അവരുമായി കൂടിക്കലരുന്നതിന്റെയും അവരുമായി സഹകരിക്കുന്നതിന്റെയും സ്ഥിതിയാണ്. നമ്മുടെ പരിപാടി സമാപനത്തോട് അടുത്തതുമാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ സഹകരണം പോലെ ഇത് നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. അറിയാത്ത ആളുകളും മറ്റുമൊക്കെ അപ്പോ ഇതൊരു നല്ല തുടക്കമായിട്ടാണ് പരിപാടി ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് 3 മാസം കൂടുമ്പോ ഇതേപോലെ ഒരു മുഖാമുഖ പരിപാടി അത് ബഹുമാനത്തെ പുറത്തെടുത്താൽ സമ്മതിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടാകുമെന്ന സന്തോഷത്തോടൊപ്പം കൂടെ എല്ലാവരും അറിയിക്കുന്നു. ഈ പരിപാടിയുടെ സീഡി ഇൻഷാ വിതരണമാകും. അത് വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആ മുഖാമുഖത്തിൽ ഒരുമാരക്കുള്ള പരിപാടിയെ സംബന്ധിച്ചിരുന്നതുകൊണ്ടില്ല. അത് സംശയമൊക്കെ തീർന്നുകൊണ്ടായിരിക്കണം അവർക്ക് എഴുന്നേറ്റ് വയലിൽ ജോലിയൊന്നും ചോദിക്കുമ്പോൾ തീർന്നുകൊണ്ടാണ് അവർക്ക് ശരിയെ കിടക്കുന്നത്. ഇനി ചോദിക്കാൻ സ്ഥാനം ചില ആളുകൾ അറിയാതെ തെറ്റിദ്ധരിച്ച് അത് അകപ്പെട്ടു പോയിട്ടുണ്ട്. വേഷം ധരിച്ച ആളുകളൊക്കെ അതാണ് നമ്മൾ ധരിച്ചു വെക്കാൻ പാടില്ല. കുറെ ആളുകളുടെ ഉള്ള കഴിവുകൾ അറിയാതെ അതിലകപ്പെട്ടിട്ടുണ്ട്. ഞാനും ഏകദേശം ഒരു 5-6 കൊല്ലം ഇവരായി നിർത്തിയിരുന്നില്ല. കാരണം ബോധ്യപ്പെടാത്തത് കൊണ്ട് തിരുപ്പതിയുടെ പഠനകാലത്ത് വിശദമായ കൂടെ പോവുകയും ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ വെച്ച കക്ഷിയാണെങ്കിലും ബോധ്യപ്പെട്ടതാണ്. അത് ഒരുപാട് ഗ്രന്ഥങ്ങൾ തെളിവുകൾ ഉണ്ട്. പറഞ്ഞ കാര്യം അറിയുന്ന വിഷയത്തിൽ അക്കാര്യത്തിൽ തുടക്കത്തിലുള്ള വിഷയത്തെ പറഞ്ഞു. റസൂലുള്ളാഹിയുടെ ബന്ധപ്പെടുന്ന വിഷയത്തിൽ, റസൂലുള്ളാഹിയുടെ മൗലിദ് ഓടുന്ന വിഷയത്തിൽ, മരണശേഷം ജീവനി കൊടുക്കുന്ന വിഷയത്തിൽ, ഇസ്തിഹാസ നടക്കുന്ന വിഷയത്തിൽ, റസൂലുള്ളാഹിയുടെ പാപസുരക്ഷയുടെ വിഷയത്തിൽ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എല്ലാവരും രേഖ കയ്യിലുണ്ട്. വൈകിയ സമയമായാലും ഇനി ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കമാണ്. ഇനിയും എല്ലാവരുടെ പരീക്ഷ ഉദ്ധരിക്കും. പിൽക്കാലം അത് പഠിച്ച കക്ഷിയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. മഹാവിഷത്തിന്റെ മറ്റൊരു മുഖമാണുള്ളത്. അറിയാത്ത ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ വിശദമായി പഠിച്ച് പിന്മാറണം എന്ന് അത് സംബന്ധിച്ച് ഒറ്റ പ്രത്യേകമാണ്. ഈ പുസ്തകത്തെ കേൾക്കുന്നത് അതിൽ ഒരേ ഭാഷ വിളിച്ചാൽ മതി, ഇല്ല അന്യ ഭാഷ ഇങ്ങനെ വിളിക്കണോ? ഇത്ര ഭാഷ വിളിക്കണം എന്നുണ്ടോ? സംശയമാണ്. ആയിരം പ്രാവശ്യം വിളിക്കണോ അതല്ല എത്ര പ്രാവശ്യം വിളിക്കണോ എന്നത് അഭിപ്രായമുണ്ടോ എന്ന ചോദ്യങ്ങളല്ലേ പൊതുവീട്ടിൽ കാണാം.
من أجل دعوته وليدعو يا عبد القادر محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر കുതുബിയത്തിന്റെ പരിപൂർണമായ രൂപം 1000 പ്രാവശ്യം വിളിക്കുക എന്നതാണ്. ഇനി 1000 ചുരുക്കി വിളിക്കാൻ പറ്റുമോ ഇല്ലയോ? മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബ് റഹ്മ എന്ന് പറയുന്ന കിതാബിൽ ഓർമ്മപ്പെടുത്തത് കാണാം. 11 പ്രാവശ്യം 225ാമത്തെ പേര് 11 പ്രാവശ്യം ബഹുമാനപ്പെട്ട ശീലാരി വിളിക്കാം. അതുപോലെ കുതുബിയത്തിന്റെ ഇജാസത്തിന്റെ പല ആളുകളും 250, 300 അങ്ങനെ പല എണ്ണങ്ങളിലും വിളിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും പരിപൂർണമായ രൂപം ശ്രദ്ധിക്കുക. ഏറ്റവും പരിപൂർണമായ രൂപം 1000 പ്രാവശ്യം വിളിക്കുക എന്നതാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉണർത്തിയത് കാണാം. ഇനി എമർജൻസി കേസാണെങ്കിൽ ഒരു കാണുന്ന ഒരാൾ വീഴാണ് നിൽക്കാം. അവിടെ 1000 പ്രാവശ്യം വിളിക്കാൻ നിൽക്കുന്ന 1 പ്രാവശ്യം വിളിച്ചാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കാൻ കാരണം ഞാനും അതിനൊക്കെ ജമാഅത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല പള്ളിയിൽ നിന്നും പല വിധത്തിലാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ വേദിയിൽ പല സ്ഥലത്തായിട്ട് ഇരിക്കുന്നത്. എന്നോട് പലതവണ ചോദിച്ചൊരേ ചോദ്യമാണ് ഈ ചോദ്യം. 26 മലമുറയിൽ നടക്കുന്ന ആ സ്വലാത്ത് ഹൽക്ക, ആ സ്വലാത്ത് ഹൽക്ക ഉസ്താദ് പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ്, എല്ലാവരും പങ്കെടുക്കുക, പുണ്യം നേടുക എന്ന്. പക്ഷെ പല പള്ളിയിൽ നിന്നും ഈ സാധാരണക്കാരായ ഞങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം പള്ളി 26ാമത് പള്ളി ഹയാത്താക്കേണ്ട ഒരു വേദിയാണ്, പള്ളിയാണ് ഞങ്ങൾക്ക് ഹയാത്താക്കേണ്ടതെന്നാണ്. പക്ഷെ ഈ മേൽമുറയിൽ നടക്കുന്നത് വിജനമായ ഒരു വയലിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സുഹൃത്ത് ഒരു ചോദ്യം ഉന്നയിച്ചത്. പക്ഷെ അതിന് വ്യക്തമായ ഉത്തരം കിട്ടാതെ വരയ്ക്കുന്നത്. പറഞ്ഞ മറുപടി എന്നതായിരിക്കും അതിന്റെ ശരിയായ വിശദീകരണം. ഞാൻ പറഞ്ഞത് ബോധപൂർവ്വം തന്നെയാണ്. അതായത് പള്ളിയിൽ 27ാം തന്നെ ഇരിക്കണം എന്നൊരു വാശിയൊന്നുമില്ല. പള്ളിയിൽ ഇരിക്കാതിന് എപ്പോഴും സുന്നത്താണ്. റമദാനിൽ അവസാനത്തെ 10 27ാം മാത്രമല്ല, അവസാനത്തെ 10 മുഴുവനായി 27ാം എഴുത്തിക്കാതിരിക്കുന്നതിലും സഭയും ബുഖാരിയിൽ കാണാം. അങ്ങനെ എഴുത്തിക്കാതിരിക്കുന്നത് പുണ്യകർമ്മമാണ്, അതിലാർക്കും തർക്കമില്ല. ആ എഴുത്തിക്കാതിരിക്കുന്നവർ അവർക്ക് കൃത്തി പോകുന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആരും പോകുന്നില്ല, അത് മനസ്സിലാക്കണം. നേരൂർ സ്ഥലത്തില്ലാത്ത ദിവസം നമ്മളത് പറയാം, നേരൂർ സ്ഥലത്ത് അടുത്ത തുടങ്ങിയത് അത് മുമ്പത്തെ പോകുന്ന ആളുകളൊക്കെ പള്ളിയിൽ അവസാനത്തെ പള്ളിയിൽ തന്നെ ചവിട്ടുകൊണ്ടായിരുന്നു. ഒരു വെറുതെ ഒരു ന്യായം പറയുക എന്നേ ഉള്ളൂ, അതൊക്കെ പറയാൻ വേണ്ടി പറയുക എന്നേ ഉള്ളൂ. പള്ളിയിൽ ഇരട്ടിക്കാവ് ഇരിക്കുന്ന ആളുകളല്ല അവിടെ കൂടുതൽ അധികരിച്ച ആളുകൾ. റമദാൻ മാസമാണ് അല്ലെങ്കിൽ 27ാമാണ് പള്ളികാലമായിരുന്നു കൂടി പിന്നെ വിട്ടുപോയി നല്ല കൂട്ടം അറിയുക. അങ്ങനെയുള്ള ആളുകളെ മുസ്ലിങ്ങൾ എല്ലാവരും 1000, 10,000 ഒന്നിച്ചു കൂടുന്ന ആ സ്വാമിന്റെ മദ്രസയിൽ ഒന്നിച്ചു കൂടുന്നത് അത് കുറ്റകർമ്മമാണ്, യാതൊരു സംശയമില്ല. അത് മൈതാനിയിലായാലും വരില്ല, ബിൽഡിങ്ങിന്റെ മുകളിലായാലും ശരി പുണ്യകർമ്മം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അടി മുഹമ്മദ് റസൂലുള്ളാഹി ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, അള്ളാഹുവിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. അവരെന്താ ഇരട്ടൽ സൂര്യ അവരുടെ ദിക്ർ ചെല്ലുന്ന സദസ്സുകളെയും ആളുകളെയും നോക്കി നടക്കുകയാണ് അവരുടെ പരിപാടി. മലക്കുകൾ നടക്കുകയാണ്. അങ്ങനെ വലുതും ദിക്റിന്റെ മതിലിനെ അവർ കണ്ടുകഴിഞ്ഞാൽ ആ മലക്കുകൾ അവരുടെ ചിറകുകെട്ടി ആവേശം കൊള്ളുകയാണ്. അവർ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആവേശം കാണുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു, അല്ല മലക്കുകളെ നിങ്ങൾക്ക് എന്തു സംഭവിച്ചു? അപ്പൊ അവർ പറയും, പടച്ചവനെ ഞങ്ങൾ ഇന്ന സ്ഥലത്തിന് ദിക്ർ ചെല്ലുന്ന കുറെ ആളുകൾ കണ്ടുറപ്പേ. അപ്പൊ അള്ളാഹു ചോദിക്കുന്നു, അല്ല മലക്കുകളെ അവർ എന്താണ് ചെയ്യുന്നത്? മലക്കുകൾ പറയുന്നു, പടച്ചവനെ ഇഷ്ടത്തിലൂരക്കോ ഹസീമുരക്കോ ഇഷ്ടത്തിലൂരക്കോ വണ്ടിലൂരക്കാം, നിനക്ക് തെരുവിൽ ചെല്ലുന്നു, തവണിയിൽ ചെല്ലുന്നു, സുബ്ഹാനല്ലാഹ് പറയുന്നു, അൽഹംദുലില്ലാഹ് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ഞാൻ നല്ല കാര്യം ചെയ്യുന്നവരാണ്. അള്ളാഹു ചോദിക്കുന്നു, അല്ല മലക്കുകളെ അവർ എന്തെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടോ? മലക്കുകളെ അള്ളാഹുവിനോട് മലക്കുകളോട് പറയട്ടെ, നിന്നോട് അവർ സ്വർഗം ചോദിക്കുന്നു.
അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അവർ ചോദിക്കുന്നു. റബ്ബേ, അല്ലാഹു മലക്കുകളോട് തിരിച്ചു ചോദിച്ചു, അല്ല മലക്കുകളെ, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അവരെന്നെ കണ്ടിട്ടുണ്ടോ? അല്ലാഹു പറയുന്നു, അല്ലാഹുവിനോട് മലക്കുകൾ പറഞ്ഞു, ഇല്ല റബ്ബേ, നിന്നെ അവർ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിച്ചു, അല്ല മലക്കുകളെ, അവരെക്കാളും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരിക്കും? മലക്കുകൾ പറഞ്ഞു, മലക്കുകളെ, നിന്നെ കാണാതെ തന്നെ അവർ നിനക്ക് വേണ്ടി പാപമോചനം നടത്തുകയാണ്, നിന്നോട് സ്വാധീനയാണ്, നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, നിനക്ക് തസ്ബീഹ് ചെയ്യുന്നു റബ്ബേ. അപ്പൊ അല്ലാഹു പറയുന്നു, മുശ്കിലുക്കും യാ മലായികതി അന്നീ ഖദ് ഗഫർതു ലഹും, അവർക്ക് ഞാൻ കൊടുത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളെ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവർക്ക് ഞാൻ സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു ആ സന്ദർഭത്തിൽ പറയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ധരിക്കുന്ന ഹദീസ. അപ്പൊ നിങ്ങളുടെ മനുഷ്യർക്ക് വലിയ പുണ്യമുണ്ട്. അത് സ്വാധീനങ്ങളും ഒരുപാടും അതുപോലെ മുമ്പിലുകളും ആയിരക്കണക്കിന് ആളുകൾ ഒഴിച്ചു കൂടുമ്പോ പറയേണ്ടതുമില്ല. ഓരോ കുടുംബം പറഞ്ഞതാണ് ഞാൻ ഓർമ്മി പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്, യാതൊരു സംശയവുമില്ല. ഇത് കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇരിക്കാതിരിക്കാതെ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പള്ളിയിൽ ഇരിക്കാതിരുന്ന അവസ്ഥകൾ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല, ചെറുപ്പം 25 വാതിലടച്ച് വേണം വേൽക്കുള്ളിലേക്ക് പോകേണ്ടതാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ എന്തേ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്നത് എന്താ? അത് പുണ്യകർമ്മമാണ്. അതുകൊണ്ട് പള്ളി വാതിലടക്കം ഞാൻ പറഞ്ഞിട്ടില്ല. പള്ളിയിൽ അല്ലാതെ അങ്ങാടി പോയി കഴിക്കുന്നവർ വീട്ടിൽ കൊണ്ട് മൂട്ടത്തിൽ നിന്ന് കടന്നു പോകുന്നവർ ഓറട്ടിലെ മുറിയിലേക്ക് അതിലെങ്കിലും അവർ പങ്കെടുക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പുണ്യകർമ്മം തന്നെയാണ്, പുണ്യകർമ്മം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവര് നേതാക്കന്മാരെ അവർ ചെയ്യുന്ന സമയത്ത് അവരുണ്ടെങ്കിൽ തന്നെ അവർ താഴ്ച ചെയ്യാൻ പറ്റുകയാണ്. അപ്പൊ നമ്മള് കക്ഷി തൊപ്പിയിടുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഇത് അതും അത് മാത്രമല്ല നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മള് ദ്വാ ചെയ്യുന്നത് തുടരുക. അതും മറ്റൊന്നും കൂടെ ഉള്ളത് മറ്റേ നിസ്കാരത്തിൽ കൈ കെട്ടുന്ന കാര്യം, അതും മൂന്ന് കാര്യമാണ്. ഒന്ന് തൊപ്പിടുക, ഒന്ന് കൈ കെട്ടുക, മറ്റൊന്ന് കുടുംബാർത്ഥം നടത്താതിരിക്കുക. അത് അഭാവം നമുക്ക് ചെയ്യുന്ന വലിയ നിയമത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സുന്നികളായ നേതൃത്വ മുജാഹിദ് വഹാബി മൗലവിമാരെയും ആളുകളെയും തോന്നാൻ നമുക്ക് ജമാഅത്തിലെ കൂടി കിട്ടൂല. നമ്മൾ പറഞ്ഞല്ലോ എന്ത് കൂടി കിട്ടൂല എന്നല്ല, വിദ്യാർത്ഥികൾ ശരിയാവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് മുജാഹിദ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ മാർഗമല്ല. അത് പത്വം മാറ്റുന്ന വ്യക്തമായ അയാമത്താണ്. ഇപ്പോൾ കൈയിട്ടുള്ളൂ വാഴ മുഹമ്മദ് അവർ മുജാഹിദ് ആകുന്നു, അവർ ജമാഅത്താവുന്നു എന്ന് അള്ളാഹു നമുക്ക് അറിയിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ പറയുകയെ നമ്മളമായി ഒപ്പിട്ട് വളരെ കയ്യെത്തി വളരെ സുന്ദരമായി വിസ്കരിച്ച് ഇക്കാര്യം കുടുംബം പോയി പറയുന്നത് ശൂന്യമുണ്ടായ ഇത് മനസ്സിലായിട്ട് പറ്റേ പോകുന്ന വഴിക്ക് പോകുന്ന രാജ്യപരാണോ നമുക്ക് ഉറപ്പിച്ചത് പത്ത് തന്നെയാണ്. തൊപ്പിട്ട് തന്നെ താഴ്ത്തു വെക്കണോ നമുക്ക് മനസ്സിലായി ജാതി പറ്റതാണ്. അത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ നിയമത്താണെന്ന് വളരെ മുമ്പത്തെ ചെയ്യാനാണോ ವಿಚಾರ ಮಾಡಿದ ವಿವರಿಸಿದೆ. മാത്രമല്ല ജിബിൽ അലിസ്ലാമോടും മറവാസംബന്ധിച്ചു ಇಷ್ಟಪಡುವುದಿಲ್ಲ ಅಂತ ಹೇಳಿ ಸುಳ್ಳುಗಳ ಬಾಯಿಯನ್ನು ಬರುವುದು ಇಷ್ಟಪಡ್ತಾ ಈಗ ನಮಗೆ ತಿಳಿಸಿದೆ. ഈകരിക്കലായിട്ട് മൗലിദില്ല. ശരിക്കും പുകഴ്ത്തുന്നത് മൗലിദിലുണ്ട്. റസൂലുള്ള നികഴ്ത്തി എന്ന് പറയുന്നത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഖദാ അങ്ങനെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞ കാരണത്തിലാണ് അല്ലാഹു തീരുമാനം മാറ്റിയതാണ്. വൈദ്യുതി من لو أقسم على الله لا أبر صحيح البخاري പരിശോധിച്ചാൽ കാണാം അല്ലാഹുവിന്റെ ഔലിയാക്കളിലെ ആളുകളുണ്ട്. അവർ ചില കാര്യങ്ങൾ പറഞ്ഞാൽ
അള്ളാഹു നടപ്പിലാക്കാതിരിക്കുകയില്ല. അതിന്റെ ഭാഗമാണ് ശുദ്ധീകരണത്തിനുള്ള ആ വഴി എന്ന് ചോദ്യകർത്താവിനെ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ದರ್ಗದಲ್ಲಿ ಗೋರಿ ಇದೆ, ಗೋರಿಯನ್ನು ಎತ್ತರವಾಗಿ ಕಟ್ತಾರೆ. ಅದಕ್ಕೆ ನಿಮ್ಮ ಅಭಿಪ್ರಾಯ ಏನು ಅಂತ ಅಂದ್ರೆ ಮಕ್ಕ ಮದಿನ ಹೋದ್ರೆ ನಮಗೆ ಗೋರಿ ಅಷ್ಟೊಂದು ಎತ್ತರವಾಗಿ ಕಟ್ಟಿದ್ರೆ ಯಾವುದು ಕಾಣುವುದಿಲ್ಲ. ആദ്യം ചോദിക്കേണ്ട അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടാക്കുക കബറ് കെട്ടിക്കൊക്കെ യാതൊന്നും പറയും നമ്മുടെ നാട്ടിൽ ആ പറഞ്ഞ പരിപാടി ഇത് മക്കയിലും മതിയൊന്നുമില്ല. അത് ഇപ്പൊ മാത്രമേ കാണുന്നുള്ളൂ. അതിന് സഹാബത്തിന്റെയും സാഹചര്യങ്ങളുടെയും പൂർവികരുടെയും പിന്തുണ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തും. ചുരുക്കി ഞാൻ പറയുകയാണ്. അല്ല, സഹാബത്തിന്റെ കാലത്ത് തന്നെ എത്രയോ ജാറങ്ങളും അതുപോലെ തന്നെ സഹാബത്തിന്റെയും അതുപോലെ താമിഴുകളുടെയും മഹത്തുക്കളുടെയും കബറുകൾക്ക് മീതെ എത്രയോ ജാറങ്ങളും അതുപോലെ തന്നെ മഹാമുകളും ഉള്ളതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഒട്ടേറെ ജാറങ്ങളുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പ്രമുഖരായ സ്വഹാബി മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് ആദ്യം വഫാത്തായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ സ്വഹാബികൾ പറയുന്നു, എന്നെ അസത്തന വസബത്തൻ അല്ലദീ യസിബു ഖബറ ഉസ്മാനിലേക്ക് മദ്ഊൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചാരക്കാരനായി ഞങ്ങൾ കരുതാറുള്ളത് ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ ഖബറിൽ ചാടിക്കടക്കാൻ കഴിയുന്ന ആളുകളായിരുന്നു എന്ന് സ്വഹീഹ് ബുഖാരിയിൽ ആ ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അത്ര വലിയ ഖബർ ഉയരം അവർക്കും അവരുടെ ഖബറിനുണ്ടായിരുന്നു എന്നാണ്. പിന്നെ മക്കത്തും മദീനത്തും ഒരു കാണുന്നില്ലല്ലോ എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നു. ഇത് വഹാബിയുടെ പ്രസിദ്ധീകരണമാണ് അൽ-ഇത്തിഹാദ്. ഇതിൽ കെ.സി. അബൂബക്കർ മൗലവി ഉഗ്രപുരം എന്ന് പറയുന്ന മൗലവി എഴുതിയ ലേഖനത്തിൽ കാണാം, മക്കത്തും മദീനത്തുമുള്ള എല്ലാ ഖബറുകളും അടിച്ച് പൊളിച്ച് നിരപ്പാക്കിയത് മുഹമ്മദ് ബിൻ വഹാബിന്റെ അനുയായികളായ വഹാബി സൈന്യമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, വമ്പിച്ച 1801 ഏപ്രിൽ 30 10,000 വരുന്ന വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നു കളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖാം അവർ കൊള്ളയടിച്ചു. അതൊക്കെ ഇത് വഹാബികളാണ്. അവിടേക്ക് അനർത്തികളായ സന്ദർശകന്മാർ വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇങ്ങനെ പലതും ചെയ്തിട്ട് അവസാന പത്രത്തിൽ പറയുന്നു, എന്നാൽ വഹാബികൾ അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും അറബൈനിയിൽ പ്രവേശിച്ച് മക്കയിൽ അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കളുടെ കബറുകളും മറ്റും പൊളിച്ചു. അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ചു. പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്ത് വിറ്റു. ഇത് സുന്നികളുടെ പ്രസിദ്ധീകരണമല്ല, വഹാബികളുടെ പുസ്തകമാണിത്. കെ.സി. അബൂബക്കർ മൗലവിയാണ് എഴുതുന്നത്. ആഗസ്റ്റ് ലക്കത്തിലുള്ളതാണിത്. ഇതിന്റെ 158-ാമത്തെ പേജിലാണ് പറയുന്നത്. അപ്പൊ അവര് തന്നെ ഖബറുകൾ കാലങ്ങൾക്ക് മുമ്പുള്ളത് അടിച്ച് പൊളിച്ച് നിരപ്പാക്കിയതാണ്. നമ്മൾ ചെയ്തതല്ല, പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വഹാബികൾ തന്നെ പറയും. ഇത് നിങ്ങൾ നോക്കൂ, വഹാബികളുടെ കൈ എത്താത്ത ഭാഗത്ത് ഇന്നും ഈ ജാഗ്രത ഉപകരണമുണ്ട്. ഇത് കേരളത്തിൽ നടക്കുന്ന മാധ്യമ പത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി അനുസരിച്ച് പുറത്തിറങ്ങുന്ന പത്രമാണ്. ഇതുകൊണ്ട് നിങ്ങൾ മണൽക്കാട്ടിൽ ഒരു മരതക പഞ്ചായത്ത് ഒരു ലേഖനം. ഇത് വലിയ ജാറം. ആരാണ്? അയ്യൂബ് നബിയുടെ ഖബറിസ്ഥാനമാണ്. അതുപോലെ തന്നെ ചെയർമാൻ പെരുമാൾ റസൂലുള്ളാഹിയുടെ കാലത്ത് കേരളത്തിൽ നിന്ന് പോയി റസൂലുള്ളാഹിയുടെ ഇസ്ലാം വിശ്വസിച്ച് കാലം പേര് സ്വീകരിച്ച ചെയർമാൻ പെരുമാളുടെ മധുവായും ജാവുമാണ്. അപ്പുറജാലത്തിലെയും അതുപോലെ നമ്മുടെ കാസർഗോഡ് മാലിക്കുലിന ജാലത്തെ അകച്ചു വെക്കുന്ന വലിയ ജാവുണ്ട്. ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് എവിടെയാണ്? ഒമാനിലെ സലാറാന്ന് പറയുന്ന ദേശത്താണ് നിലകൊള്ളുന്നത്. വേറെയും ഒരുപാട് ജാലകൾ നോക്കും നിങ്ങൾ. ഇതെവിടെയാണ്? ഇത് വരാനുള്ള വിജയിക്കുന്ന പത്രമാണ്. പട്ടണത്തിൽ ഇസ്ലാമിക നാഗരികത വിശദീകരിക്കുന്ന ഈ ലേഖനത്തിൽ മഖാമുൻ നബി യഹ്യാ അലൈഹിസ്സലാമിന്റെ നബിയുടെ ജാറമാണ് ഈ കാണുന്നത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മഖാമു സ്വഹാബി ശുറഹ്ബീൻ ഈ ജാറം എത്ര ജാറം എന്ന കയ്യത്തിൽ ഒരു പറയും. അലിമുല്ലാഹുവിന്റെ മകനായ ദൈവനാടിനുള്ളു പേർക്കുട്ടിയായ ദൈവനാടിനുള്ളതിന്റെ മഹാമായ മഹത്വമാണ് ഈ കാണുന്നത്. ഇത് ഏതാ പത്രം? യുഎഇയിൽ നടന്നാൽ മരീന്റെ ഇസാണ്. എത്ര എന്റെ കയ്യിൽ തന്നെ ഒരുപാട് റുക്കുബത്തിനാടിനുള്ളതിന്റെ പതാക മഹാനായ റുക്കുബത്തിനാടിനുള്ളതിന്റെ ജാറമാണ് ഈ കാണുന്നത്. വലിയ ജാറം. നോക്കൂ നിങ്ങൾ, എത്ര ജാറകൾ ഓരോ വിശദീകരിക്കാൻ സമയമില്ല. ഒരുപാട് ജാറകൾ അവധി പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. പല ജാറങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് എല്ലാവർക്കും പൊളിച്ചു പോയിട്ടില്ല. ഭാവിയിലൊക്കെ സ്വാധീനമുള്ളത് അവർ ചില കൈക്കറികൾ നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഇസ്വരും അതുപോലെ ഇമാം ഷാഫിയുടെ ജാറം എത്ര വലിയ ജാറമാണ് സഹോദരങ്ങളെ. അങ്ങനെ
വലിയ വലിയ യാതന ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അത് പൊളിച്ച് പഴയ കാലത്ത് ഇല്ലാന്ന് പറഞ്ഞ ശരിയല്ല. വഹാബികളാണ് പൊളിച്ച് നിരപ്പാക്കിയത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രസക്തമായ ചോദ്യം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രാദേശിക്കുക. മുജാഹിദുമായിട്ടുള്ള സമാധാനത്തിന് തയ്യാറാവും. മുജാഹിദുമായിട്ടുള്ള സമാധാനത്തിന് തയ്യാറാവും. വഹാബി മൗലിമാർ സമാധാനത്തിന് തയ്യാറാണെന്ന് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. സുന്നികളായ ഞങ്ങൾ അവരുമായി വാദപ്പെടുന്നതിന് എപ്പോഴും തയ്യാറാണ്. ജനിച്ചപ്പത്തിന് ഓർമ്മപ്പെടുത്തി റെഡി. ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നാളെ ഞങ്ങൾ റെഡിയാണ്. അത് കഴിഞ്ഞ് നാളെ ഞങ്ങൾ റെഡിയാണ്. എപ്പോഴും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളെ പരിപാടിയുടെ ഈ വാദപ്രയോഗം ചെയ്യാനുള്ള ഞങ്ങൾ വലിയ രസമാണ്. പക്ഷെ മഹാരാഷ്ട്രത്തിൽ വെറുതെ പറയല്ല. ഈ ഫയലിൽ മുജാഹിദിലേക്ക് മാത്രം വാദപ്രയോഗത്തിന് വ്യവസ്ഥ ചെയ്യ 100 വരുന്ന വ്യവസ്ഥകൾ മാത്രമാണ്. ഇതിന്റെ കഴിഞ്ഞ മുമ്പ് 2001 ഇവിടെ ബാംഗ്ലൂരിൽ വെച്ച് മുഖാമുഖം ഞങ്ങൾ വാദപ്രയോഗം എഴുതിയ ആ വ്യവസ്ഥ ഇറക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ കൊടുക്കുന്നതിനെ പോകുന്നു. നിങ്ങൾ ബാംഗ്ലൂർ സുന്നി ഓർഗനൈസേഷൻ അവരിൽ ഇതിണ്ട്. അന്ന് ഞങ്ങൾ 7 മണിക്കൂർ കേരളത്തിലെ മുജാഹിദ് സംസ്ഥാന നേതാക്കളുമായി ഞാനും എന്റെ സുഹൃത്ത് സ്വൈമ സഖാഫി നമ്മുടെ സുന്നി പ്രവർത്തകന്മാർ ഒരുമിച്ചിരുന്ന് നോക്കും. നിങ്ങൾ ഇതായിരുന്നു വലിയ കരാർ വ്യവസ്ഥ അതിന്റെ കയ്യിൽ എന്താ അതിന്റെ വ്യവസ്ഥ പറഞ്ഞതെന്നറിയോ? അന്ന് ഞങ്ങൾ വാദപ്രയോഗത്തിന് റെഡിയല്ലേ. അന്ന് പറഞ്ഞത് എന്തായിരുന്നു? അന്ന് ഞങ്ങള് ചർച്ച ഇപ്പോഴുമായി എനിക്കാണ് ചോദിച്ചു നോക്കും. അന്ന് പറഞ്ഞല്ലോ ബാംഗ്ലൂർ സുന്നി വിഭാഗത്തിൽ നിന്ന് സുന്നി പട്ടണത്തിൽ സുലൈമ സത്താമി മാലികൽ അലി സത്താമി മൊത്തം ബഷീർ സത്താമി ഇങ്ങനെ 10 ആളുകൾ മുജാഹിദ് പട്ടണത്തിൽ അബ്ദുറഹ്മാൻ തലബി മൗലവി മംഗളം സക്രിയ മൗലവി ആ മുജാഹിദിന്റെ കേരളത്തിൽ ആഗ്രഹിച്ചിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞു. ഇപ്പൊ സക്രിയ തുടങ്ങിയ കുറെ ആളുകൾ ഇതിലെന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇസ്തിഹാസ വിജയത്തെ കുറിച്ച് വാദപ്രചാരം പറഞ്ഞ വ്യവസ്ഥ എന്താണെന്നറിയോ? മനുഷ്യൻ കേൾക്കപ്പെട്ടതൊക്കെ ആദ്യം വാദപ്രചാരത്തിന്റെ രൂപമാണ്. എങ്ങനെ 1 മണിക്കൂർ വിഷയാവതരണം നടത്തണം. ആയിക്കോട്ടെ, 1 മണിക്കൂർ വിഷയാവതരണം. ഇസ്തിഹാസത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയുന്നത് 1 മണിക്കൂർ പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് വഹാബികൾ പിന്നെ പറഞ്ഞല്ല. പിന്നെ അതിന് ശേഷം 3/4 മണിക്കൂറൊക്കെ കേരളപുസ്തകം നടത്തണം. പിന്നെ അതിന്റെ അഭ്യവും ആയിക്കോട്ടെ, 3/4 മണിക്കൂർ കാണണം. അത് കഴിഞ്ഞിട്ട് 10 മണിക്കൂർ 10 മിനിറ്റ് പിന്നെ പ്രസംഗിക്കണം. അപ്പൊ ഒരു പ്രസംഗ മത്സരമാണ് പോകുന്നത്. പക്ഷേ കളതുപോലെ മത്സരം നടത്തിയതുപോലെ ഇത് വാദപ്രതിവാദമല്ല. അന്ന് മുജാഹിദ് കൊടുത്തില്ലാതെ പറഞ്ഞതാ. അങ്ങനെയല്ലേ കത്ത് വഴിമുട്ടിയത്? ആ വ്യവസ്ഥ ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് കുത്തിരിയൊന്നല്ല. ഇന്ന് ഭാവം ഞങ്ങൾക്ക് റെഡി, നാളെ ഭാവം നാളെ റെഡി. ഞങ്ങൾ പോയി കഴിഞ്ഞ് മറ്റന്നാൾ റെഡി എന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞതാണ്. ഞങ്ങൾ പോയിട്ട് എവിടെ പോയി ഞങ്ങൾ റെഡി എന്ന് പറയണ്ട. ഞങ്ങൾ ഇന്ന് റെഡി, നാളെ വൈകുന്നേരം വഴിയോ റെഡി. വേണമെങ്കിൽ ഇതിനകത്ത് മാറി പണിയത് പിന്നെ ഞങ്ങൾക്ക് ഞാൻ ചുറ്റുപാടുണ്ട്. അല്ലേ നമുക്ക് സ്വസ്ഥമായിട്ട് എപ്പോഴും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ഗ്യാപ്പോട്ട് പ്രാർത്ഥന നടത്താനില്ല. അത് ഞങ്ങൾ റെഡിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് ഇതുപോലെ തുറന്ന് കാര്യങ്ങൾ കേൾക്കാൻ, ഉൾക്കൊള്ളാൻ, കാണാൻ ശ്രമിക്കാനും പറ്റുന്ന രൂപത്തിൽ സ്വാതന്ത്ര്യം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാരും വാദികളായിട്ട് ഭൂമിക്കുള്ളിൽ ഒറ്റയ്ക്കുള്ള പരിപാടിയല്ല. അത് വാദപ്രതിവാദമല്ല, അത് വേറെ ചില സംഗതികളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വാദപ്രതിവാദം നടത്താൻ കാര്യങ്ങൾ എപ്പോ റെഡിക്കോ ഞങ്ങൾ താല്പര്യപൂർവ്വം ഞങ്ങൾ വീക്ഷിക്കുകയാണ്. ജനങ്ങൾക്ക് സത്യം ഗ്രഹിക്കാൻ ഉചിതമായ രൂപത്തിൽ ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ജനങ്ങൾ ഈ സത്യം നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദം നേടാൻ പ്രേരിപ്പിക്കുന്ന അഭിവൃദ്ധമായ ആശയങ്ങൾ എപ്പോഴും ആയിരത്തിൽ എത്രയും പറഞ്ഞു തെര്യപ്പെടുത്താനും സ്ഥിരപ്പെടുത്താനും അത് പ്രഖ്യാപിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. 1000 കുതിരശക്തിയോടെ ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാർത്തകൾക്ക് വിരാമം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രസക്തമായ ചോദ്യങ്ങൾ തീർന്നതുകൊണ്ട് ഇനി സമയം കഴിഞ്ഞൊക്കെ വിട്ടു. നമ്മൾ പറഞ്ഞ 10 മണി കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് 11:30 മണിയുമായി മുജാഹിദുണ്ടാവുമ്പോൾ പറയുന്ന പരിപാടി സമയം അവസാനിക്കുന്ന സമയത്ത് 10 മിനിറ്റ് മുമ്പ് ഓർക്കുന്നത് നമ്മൾ കഴിഞ്ഞ 1.5 മണിക്കൂർ പിന്നിട്ടു. ഇനിയും ഞങ്ങൾക്ക് പോയത് യാത്ര ചെയ്യേണ്ട ആളുകളാണ്. മുഴുവൻ യാത്ര ചെയ്തവരാണ്. ഏതാനും മാത്രം ശ്രമിച്ച് നാളെ മുജാഹിദ് വാദങ്ങളുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് ഞങ്ങൾ കാലത്ത് പോവുകയും ചെയ്യും. ഏതായാലും ഈ പറഞ്ഞ ആശയങ്ങൾ അഭിശുദ്ധത്തിബദ്ധമായിട്ടുള്ള ആശയങ്ങൾ ചെയ്തിട്ടെല്ലാം പോകാവുന്നതുകൊണ്ട് മുജാഹിദുകൾ ചോദിക്കുന്നു, കബറടക്കത്തിൽ പോയി യാസിനോദിന് എന്തിനാണ്? യാസിനോദിന് എന്തിനാണ്? എന്തിനാണെന്നോ പഠിപ്പിച്ചതുകൊണ്ടാണ്. ഇസ്ലാമുവാല മൗതാബും സൂറത്തെ യാസീൻ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നിങ്ങൾ യാസീനോദനമേ ആല റസൂലുള്ളാഹി പഠിപ്പിച്ചതുകൊണ്ടാണ് മുസ്ലിം ലോകം അങ്ങനെ ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് വലിയതുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ അഭിവൃദ്ധിപരമായ ആശയങ്ങൾ നാം എല്ലാവരും ഉൾക്കൊണ്ട്
എല്ലാവരും കൺട്രോൾ പെട്ടെന്ന് ചെയ്യണം. നിങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സംശയമുള്ള കാര്യങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നല്ലാതെ ഈ വിവരമില്ലാത്തവരുടെ ദുർന്യായങ്ങളിൽ യുഗതിവാദത്തിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് അഭിശുദ്ധത്തിൽ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കണം. ദുർന്യായങ്ങളിൽ മതപ്പെട്ടു പോകാൻ ആരും സംശയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. യഥാർത്ഥ അഭിശുദ്ധത്തിൽ അനുസരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കി സുന്നത്തിലെ തിരിച്ചുവരുന്നവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നടന്ന മണിക്കൂറുകൾക്ക് മുഖാമുഖം നിങ്ങൾ കേട്ടുവല്ലോ. ഒരുപാട് സുന്നത്തും മറ്റു പ്രമാണങ്ങളും മുന്നിൽ അത് തെളിയിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങളൊക്കെ സത്യത്തിൽ ഓർമ്മിക്കുകയും അനുസൃതയോഗ്യമായ എന്ന് പറയേണ്ടതില്ല. വലിയ സാമ്പത്തികമായ ബാധ്യതകൾ അവർക്കുണ്ട്. നിങ്ങളെല്ലാവരും മതമഴിഞ്ഞ് സഹായിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ വലിയ തുകകൾ നിങ്ങളെല്ലാവരും തന്ന് നമ്മുടെ പ്രവർത്തകരോട് സഹായിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെ പറഞ്ഞിരിക്കും നമ്മളെ പോലുള്ള ആളുകളുടെ സഹായങ്ങളെ കൊണ്ടാണ് അള്ളാഹു ചെയ്യുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ വലിയ സംഖ്യകൾ എല്ലാവരും പഠിക്കണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا صل عليه وسلم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمين ربنا ഞങ്ങളുടെ പത്രവും ഒരു സാധ്യമായ അപരാധങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിയുക്തി ഉൾപ്പെടുത്തണേ റഹ്മാനെ. മഹത്തായ വിജ്ഞാന പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനത്തിന്റെ പ്രവർത്തകന്മാർ സഹായിച്ചവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. സുന്നത്തിയോഗ്യമായിട്ട് അടിയുറപ്പിച്ച് ഞങ്ങളെല്ലാവരെയും നിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബമിത്രാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, യാതൊരു ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾ, സന്താന പരമ്പരകളെയും യഥാർത്ഥ അനുസൃതയോഗ്യമായിട്ട് അവരെയും ഞങ്ങളെയും അടിയുറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. സംഭവമുള്ള മഹത്വത്തിൽ ഞങ്ങൾക്കും അവർക്കും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഈശ്വരനോടുള്ള ഈശ്വര ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും ദോഷങ്ങൾ നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ദോഷങ്ങൾ നീ കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾക്ക് നീ ശിവ നൽകണേ റഹ്മാനെ. ഭാഗ്യത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിലൊക്കെ നിനക്കറിയാമല്ലോ. അതെല്ലാം മനസ്സിലാക്കണേ റഹ്മാനെ. വീടുകളില്ലാതെ വിഷമിക്കുന്നവർക്ക് അവർക്ക് ഉള്ളിലെത്തു നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായത്തിയ വീടുകളിലുള്ളവരുണ്ട്, അവർക്ക് നീ അനുയോജ്യമായ ഭർത്താക്കളെ വിവാഹം ചെയ്തെടുക്കാനുള്ള മാർഗങ്ങൾ നീ തുറന്നിടണേ റഹ്മാനെ. സഹോദരിമാരെ വീടുകളിലുള്ളവർക്ക് അവർക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും മക്കളെ നീ പാല് കൈകൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പാകത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റണേ റഹ്മാനെ. പരസ്പരനെ ആരോഗ്യമുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ. പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ആളുകൾ
ആശുപത്രികളിലാണ് രോഗികളുടെ റബ്ബേ പൂർണ്ണ ശിവ നൽകണേ റഹ്മാനെ ആരോഗ്യം നൽകണേ റഹ്മാനെ മരണം കൈവാകുന്ന സന്ദർഭത്തിൽ വിശുദ്ധമായ ഇമാനിക വചനം മുൻപിട്ട് ഭരിക്കുന്നത് ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ മരണപ്പെട്ടുപോലെ ഞങ്ങളുടെ പ്രാധാനിക നായകന്മാരും വക്കീലന്മാരും ഉസ്താദുമാരും ഞങ്ങളുടെ സുഹൃത്തുക്കൾ കുടുംബാദികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകൾ അവരുടെ ഇന്ന് വളരെ ആളുകളെ അവർക്ക് സുഖവാസം നൽകണേ റഹ്മാനെ അവർക്ക് അവരുടെ കവല ജീവിതം സ്വർഗ ഭൂകാവനമാക്കണേ റഹ്മാനെ അവരുടെ ഞങ്ങളുടെയും പാപങ്ങളെല്ലാം നീ കൊടുക്കണേ റഹ്മാനെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെയും അവരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മഹാത്മാക്കളോട് ഒരുമിച്ച് കൂടണേ റഹ്മാനെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.